അപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു അപ്പോൾ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, പവർ ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് സെന്റർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ ശ്രീകണ്ഠപുരത്തിന്റെ പ്രതിവാര തുടർ വിദ്യാഭ്യാസ പരിപാടിയായ ട്രെയിനിങ് ക്ലാസ് ആണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനോടകം നമ്മള് കുറെ ആഴ്ചകളായിട്ട് ടെക്നിക് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വിഷയം കേബിൾസ് ആൻഡ് കണ്ടക്ടർ. സാബു എന്ന് പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞു. ഇന്നത്തെ വിഷയം കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സ് എന്നുള്ളതാണ്. ഈ ക്ലാസ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സാബു AC. പുള്ളി KCBയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. നമ്മളെ PSTC തന്നെ നിരവധി ക്ലാസ്സുകൾ പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. വളരെ ലളിതമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു അവതരണ ശൈലിയാണ് പുള്ളി ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കും ആ രീതിയിലേക്കാണ് പുള്ളിയുടെ ഒരു ക്ലാസ്. അപ്പൊ നമ്മള് KSEBയില് ഇന്ന് കേബിൾസും കണ്ടക്ടേഴ്സും ഇല്ലാതെ നമുക്ക് ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഈ നെറ്റ്വർക്ക് നമ്മളെ കമ്പി വലിച്ച് അല്ലെങ്കിൽ UG കേബിൾ വലിച്ച് അല്ലെങ്കിൽ ABC വലിച്ച് നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിനെ പരിപാലിക്കേണ്ടത് വളരെ അത്യന്തം നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. ഇത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോഴും ഇതിനെ പരിപാലിക്കേണ്ടതും നമുക്ക് വളരെ അത്യാവശ്യമായ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ഇലക്ട്രിസിറ്റി ബോർഡിലെ മുഴുവൻ ജീവനക്കാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ കാര്യത്തില് പക്ഷെ നമ്മൾ അത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ അനുഭവത്തിൽ അങ്ങനെ കാണുന്നില്ല. കാരണം ഈ അങ്ങനെ വിളിച്ചു പോകുന്നു, ചില സ്ഥലത്തൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അനുഭവത്തിൽ നമുക്ക് അങ്ങനെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ കുറെ മാറ്റം വന്നിട്ടുണ്ട്, ദ്വിതീയ വർക്കുകളൊക്കെ വന്നിട്ട് കുറെ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ ആൾക്കാർ ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസ് ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. PSTC ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത് ശ്രീ AC സാബുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തെ ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ PSTCയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാബു സാറിനെ ക്ഷണിക്കും. നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ PSTCയോട് നന്ദി രേഖപ്പെടുത്തിയതും ഈ നേരിട്ടും സൂം മീറ്റിംഗ് വഴി നേരിട്ടും പിന്നെ FB വഴി കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ചെറിയ ക്ലാസ്സാണ്, അത്ര സംഗതികളൊന്നും കൈകാര്യം ചെയ്യില്ല. ഒരു ലഘു വിവരണം നൽകുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കേബിളും കണ്ടക്ടറും എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ സബ്ജക്റ്റാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താം, എല്ലാ കാര്യങ്ങളും. ചെറിയൊരു ഇതിലൊരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പൊ ഉള്ളത്. ഡീറ്റെയിലായിട്ട് കേബിൾ ജോയിന്റ് വീഡിയോ മറ്റു സാധനങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും അത് ഒരുപാട് സമയം വേണ്ടി വരും എന്നുള്ളത് കൊണ്ടും നല്ലൊരു എന്താ പറയാ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു പോകുന്ന ഒരു സംഗതി എന്ന നിലയ്ക്ക് കാണുന്നു. അപ്പം സാധാരണ നമ്മുടെ വൈദ്യുതി വിതരണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇന്ത്യയിൽ തന്നെയും 11,000 വോൾട്ടിലാണ് ജനറേറ്റിംഗ് സ്റ്റേഷനിലൊക്കെ. പിന്നെ അല്ലാതെ സോളാറിലും പിന്നെ വിൻഡ് മില്ലുകളിലും ഒക്കെയാണ് ഇത് വ്യത്യാസമായിട്ടുള്ളത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി നഗരത്തിൽ. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750 മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി നിലയം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിലയം എന്ന് പറയുന്നത് മുന്ദ്ര എന്ന് പറയുന്നത് 4620 മെഗാവാട്ടാണ് ഗുജറാത്തിലെ.
ലോകത്തിൽ തന്നെ 3 ജോർജസ് ഡാമാണ് ഡാമിലിരിക്കുന്നത്. 3 ജോർജസ് അത് 22,500 മെഗാവാട്ടാണ്. അപ്പോൾ 700 മെഗാവാട്ടിന്റെ 32ഉം 50 മെഗാവാട്ടിന്റെ 2 ജനറേറ്ററുമായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. പറഞ്ഞു വന്നത്, ഇത്തരം വലിയ വൈദ്യുതി ഉൽപാദന നിലയങ്ങളിൽ നിന്നെല്ലാം വൈദ്യുതി അതേ അളവിൽ തന്നെ വിതരണ സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരുപാട് വഴിയിൽ നഷ്ടം നേരിടേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും വൈദ്യുതോർജ്ജത്തെ അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ തള്ളി നീക്കുന്ന ഒരു ബലമാണ്. അപ്പോൾ ആ ഇലക്ട്രോണുകൾ തള്ളി നീക്കുന്ന ബലത്തെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ 220 kV ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അതിനുശേഷം ദൂരങ്ങളോളം എത്തിച്ച് അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 110 kV-യിലും 66 kV-യിലും ഒക്കെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിനു ശേഷം ആ സബ്സ്റ്റേഷനിൽ നിന്ന് 11 kV ഫീഡറുകൾ ഉപയോഗിച്ച് നേരെ ആവശ്യമായ ഉപഭോഗ കേന്ദ്രത്തിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് വീണ്ടും 11 kV/431 അല്ലെങ്കിൽ 250 വോൾട്ട് ട്രാൻസ്ഫോമറിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 3 ഫേസ് സിംഗിൾ ഫേസിൽ 250 വോൾട്ടും 3 ഫേസിൽ 433 വോൾട്ടും ട്രാൻസ്ഫോമറിൽ പുറത്തേക്ക് വരുന്നത് നമ്മൾ എത്തിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഈ കണ്ടക്ടറുകൾ വഴിയാണ്, കേബിളുകൾ വഴിയാണ്, അങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഓരോ അവസരത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനൊക്കെ ഓരോരോ പ്രത്യേകതകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ വൈദ്യുതി വിതരണം എന്ന് പറയുന്നത് 2 മേഖലയാണ്. നമ്മുടെ വൈദ്യുതി വിതരണം മാത്രം ഹൈ ടെൻഷനും ഒന്ന് ലോ ടെൻഷനും. അതിൽ ലോ ടെൻഷൻ എന്ന് പറയുന്നത് ഈ സബ്സ്റ്റേഷനിൽ നിന്ന് 231 250 വോൾട്ടേജിൽ വൈദ്യുതി ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ശൃംഖല ലോ ടെൻഷൻ വിതരണം. വൈദ്യുതോർജ്ജം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സംപ്രേഷണം ചെയ്ത വയറുകളും കേബിളുകളുമാണ് ചാലകങ്ങൾ. എല്ലാ ലോഹങ്ങളും നല്ല ചാലകങ്ങളാണ്. വൈദ്യുതോർജ്ജത്തിന്റെ ഉൽപാദനം, പ്രേഷണം, വിതരണം എന്നീ മേഖലകളിലെ ആവശ്യങ്ങൾക്ക് സാധാരണയായി ഉപയോഗിച്ചിരുന്ന ചാലകങ്ങൾ ചെമ്പ്, അലൂമിനിയം, ഉരുക്ക്, ഇരുമ്പ്. പിന്നെ ചെമ്പ്, ഉരുക്ക്, അലൂമിനിയം എന്നിവയുടെ സങ്കരങ്ങൾ ചെമ്പുമായും സ്റ്റീലുമായും ചേർത്ത് അലൂമിനിയം തോട് ചേർത്ത് AC മുതലായ സംഗതികളും കോപ്പർ ബോണ്ടഡ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റീലും അത്തരം കാര്യങ്ങൾക്ക്. അപ്പോൾ വൈദ്യുതോർജ്ജത്തിന്റെ ഉൽപാദനം, പ്രേഷണം, വിതരണം എന്നീ മേഖലകളിലെ ആവശ്യങ്ങൾക്ക് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ചെമ്പ്, അലൂമിനിയം, ഉരുക്ക്, പിന്നെ ചെമ്പ്, ഉരുക്ക്, അലൂമിനിയം എന്നിവയുടെ സങ്കരങ്ങൾ എന്നിവയാണ്. ചെമ്പ് പ്രധാനമായും ചെമ്പ്. അപ്പോൾ ചെമ്പ്, അലൂമിനിയം, ഇരുമ്പ് എന്നത് കൂടാതെ തന്നെ ഒത്തിരി ലോഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സിങ്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ടിന്നും ലെഡ് ഉപയോഗിക്കുന്നുണ്ട്, സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സിൽവർ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. വലിയ വിലയാണ്. വൈദ്യുതവാഹക ശേഷി വളരെ കൂടുതലാണ്. സാധാരണ ഉപയോഗിക്കുന്ന വൈദ്യുതരണത്തിൽ ഉപയോഗിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. സിങ്ക് ഒക്കെ ഉപയോഗിക്കുന്നപ്പോൾ AB സ്വിച്ചിലൊക്കെ വെള്ളി, സിൽവർ ഉപയോഗിക്കുന്ന AB സ്വിച്ചിന്റെ കോണ്ടാക്റ്റിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ വീടുകളിലെ സ്വിച്ചുകളിലെ കോണ്ടാക്റ്റുകളും ഒക്കെ സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ വളരെ അത്യാവശ്യമായ സ്ഥലങ്ങളിൽ, എന്നാൽ വേണ്ട സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായ അലൂമിനിയം, ഇരുമ്പ്, ചെമ്പ്. അതിൽ ചെമ്പ് ആറ്റോമിക് നമ്പർ 29 ആണ്. പീരിയോഡിക് ടേബിളിൽ 29 ആറ്റോമിക് നമ്പർ. ഏറെ വിലയുള്ള ലോഹമാണ്, ബലമുള്ളതാണ്, നിഷ്പ്രയാസം വളയ്ക്കാമെന്നുള്ളതാണ്, എളുപ്പം വിളക്കി ചേർക്കാം, സോൾഡർ ചെയ്യാം, അപജയം അഥവാ നാശനം, ഡിസ്ട്രക്ഷൻ ചെറുക്കുവാനുള്ള പ്രാപ്തിയുണ്ട്. ഇരുമ്പ് നശിച്ചു പോകുന്ന പോലെ ചെമ്പ് അത്ര പെട്ടെന്ന് നശിക്കില്ല. കോപ്പർ 2 തരത്തിലുണ്ട്. ഒന്ന് ചൂടാക്കി വലിച്ചു നീട്ടിയത്, 2 ചൂടാക്കാതെ വലിച്ചു നീട്ടിയത്. ഈ ചൂടാക്കിയ ചെമ്പ് ചുരുൾ കമ്പികൾ, ഈ കോയിലുകളൊക്കെ ഉപയോഗിക്കുന്ന മോട്ടറിന്റെ കോയിലുകളൊക്കെ ചൂടാക്കിയ ചെമ്പിനെ ട്രീറ്റ് ചെയ്തതാണ് എർത്ത് ചെയ്യുന്ന കമ്പികളുടെയും ഇൻസുലേറ്റ് ചെയ്യുന്ന വയറിന്റെയും കേബിളുകളുടെയും നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. ചൂടാക്കിയ ചെമ്പ് ചുരുൾ കമ്പികളുടെയും കോയിലുകളുടെ വൈൻഡിങ്ങുകളിലേക്ക് കമ്പികളുടെയും എർത്ത് ചെയ്യുന്ന കമ്പികളുടെയും ഇൻസുലേറ്റ് ചെയ്ത വയറിന്റെയും കേബിളിന്റെയും നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. ചൂടാക്കാതെ വലിച്ചു നീട്ടിയ ചെമ്പ് കമ്പി ഓവർഹെഡ് ലൈനുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ഒക്കെ ബാക്കി നിൽക്കുന്നതായിട്ടുള്ള ചെമ്പ് കമ്പി എന്ന് പറഞ്ഞാൽ ചൂടാക്കാതെ വലിച്ചു നീട്ടിയ കമ്പിയാണ്. ചൂടാക്കിയ ചെമ്പ് കമ്പിയേക്കാൾ ബലമുള്ളതാണ് ചൂടാക്കാതെ വലിച്ചു നീട്ടിയ ചെമ്പ് കമ്പി. വലിയ ബലവും ടെൻസൈൽ സ്ട്രെങ്ത് ചൂടാക്കിയ കമ്പിയേക്കാൾ കൂടുതലാണ്. ചൂടാക്കിയ ചെമ്പ് കമ്പിയുടേത് 25.3 കിലോഗ്രാം പെർ
സ്ക്വയർ മില്ലിമീറ്റർ, ചതുരശ്ര മില്ലിമീറ്ററിന് 25.3 കിലോഗ്രാം ബലശേഷി ഉണ്ടെങ്കിൽ ചൂടാക്കാതെ വലിച്ചീട്ടിയ ചെമ്പിന് 42.2 അപ്പൊ അതിൽ നിന്ന് അത് കൂടുതലാണ്. ചൂടാക്കാതെ വലിച്ചു നീട്ടിയ സാധാരണ പച്ചയ്ക്ക് വലിച്ചു നീട്ടിയ കമ്പി എന്ന് പറയുന്നതിന് എന്തായാലും ബലം കൂടുതലാണ്. ചാലകത ചൂടാക്കിയ കമ്പിക്ക് 100% ചൂടാക്കാത്തതിന് 97%. ചൂടാക്കിയ കമ്പിക്ക് ചാലകത കൂടുതലാണ്. ഏത് ഉപയോഗങ്ങൾക്ക് അനുസൃതമായി കമ്പി, കുഴൽ, പരന്ന ബാറുകൾ തുടങ്ങിയ രൂപത്തിൽ ഉപയോഗിക്കുന്നു. കമ്പിയായിട്ട് ഉപയോഗിക്കുന്നു, ഫെറൂള് കുഴലുകളായിട്ട് ഉപയോഗിക്കുന്നു, പിന്നെ സ്ട്രിപ്പുകളായിട്ടൊക്കെ നമ്മൾ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. ബസ് ബാറുകളിലൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രിപ്പുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. മറ്റു ലോഹങ്ങളുമായി താരം ചെയ്യുമ്പോൾ അലുമിനിയത്തിന് വളരെ കുറഞ്ഞ വിലയാണ്, ഭാരക്കുറവാണ്, വലിവ് സമ്മർദ്ദം 16.5 കിലോഗ്രാം പെർ സ്ക്വയർ മില്ലിമീറ്റർ. മറ്റേത് നേരെ 25.3 42.2 ആണ്. ഇതിന് ബലശേഷി കുറവാണ് ചെമ്പുമായി താരം ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഉരുക്കുമായി ചേർത്ത് യാന്ത്രിക ബലം ഉയർത്തുന്നു. മുമ്പൊക്കെ അല്ലോയ് ചേർത്ത അലൂമിനിയം ചേർത്ത് നമ്മൾ അതിന്റെ ബലം കൂട്ടുന്നു. തുല്യ അളവിലുള്ള കോപ്പറിനേക്കാൾ വലിവ് സമ്മർദ്ദം 45%, ചാലകശേഷി 61%. അതായത് കോപ്പറിനേക്കാളും അലൂമിനിയത്തിന് വൈദ്യുതി വാഹക ശേഷി താരതമ്യേന കുറവാണ്. ചെമ്പിന്റെ അതേ ചാലകത്വം ലഭിക്കണമെങ്കിൽ അലൂമിനിയത്തിന് 1.64 മടങ്ങ് വിസ്തീർണ്ണം. അപ്പൊ ഒരേ വണ്ണമുള്ള കമ്പിയാണെങ്കിലും ചെമ്പ് കമ്പിക്ക് അലൂമിനിയത്തേക്കാൾ 1.64 മടങ്ങ് എന്ന നിലയ്ക്ക് വിസ്തീർണം ഉണ്ടാവണം അലൂമിനിയത്തിന്. അലൂമിനിയം കമ്പിക്ക് ചെമ്പിനേക്കാൾ കൂടുതൽ വിസ്തീർണം ഉണ്ടാവണം, ഒരേ വൈദ്യുത വാഹക ശേഷി ഉണ്ടാവണം. നാശന പ്രതിരോധ ലോഹം കൊണ്ട് ലേപനം ചെയ്ത ഇരുമ്പ് കമ്പികൾ മുകളിലൂടെ ലൈനുകളിലൂടെ എർത്തിങ് കമ്പിയായും ഗാർഡ് വയറുകളായും സ്റ്റേവറുകളായും ഉപയോഗിക്കുന്നു. എളുപ്പം നശിച്ചു പോകുന്ന ഇരുമ്പ് മുതലായ ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ കുറഞ്ഞ ദ്രവണാങ്കമുള്ള സിങ്ക് മുതലായ ലോഹങ്ങൾ കൊണ്ട് ലേപനം ചെയ്യുന്ന പ്രക്രിയയാണ് ഈ GI. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ GI ഉള്ള ഇരുമ്പ് കമ്പിയാണ്, ഇരുമ്പുരുക്ക് കമ്പിയാണ്. ആ GI കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ എർത്ത് വയറായിട്ട് ഉപയോഗിക്കുന്നു, ഗാർഡ് വയറുകളായിട്ട് ഉപയോഗിക്കുന്നു, സ്റ്റേ വയറുകളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്തരം അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ സാധാരണ കണ്ടക്ടറുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെമ്പ് കവചിത ഉരുക്ക്, കോപ്പർ ക്ലാഡ് സ്റ്റീൽ. നമ്മളിപ്പോ ഇപ്പൊ പുതുതായിട്ട് വരുന്ന എർത്തിങ് പൈപ്പുകളെല്ലാം നമ്മൾ ഇരുമ്പ് പൈപ്പ് ദ്രവിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് കോപ്പർ പൂശിയേക്കണം, കോപ്പർ ലേപനം ചെയ്തേക്കണം, കോപ്പർ ബോണ്ടഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഉരുക്ക് ചാലകത്തിന്റെ പുറംഭാഗം മുഴുവനുമായി ചെമ്പ് കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. എളുപ്പം നാശമാകാത്ത സ്റ്റീലിന് സുരക്ഷാ ആവരണമായി പ്രവർത്തിക്കുന്നു. ചെമ്പിന്റെ ആവരണം മികച്ച ചാലകതയും നൽകുന്നു. ഗ്രൗണ്ട് വയറുകൾക്കും മറ്റും ഉപയോഗിക്കുന്നു. എർത്തിങ്ങിനൊക്കെ പ്രധാനമായിട്ട് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സാധാരണഗതിയിൽ കോപ്പർ ബോണ്ടഡ് അല്ലെങ്കിൽ കോപ്പർ പ്ലേറ്റഡ് സ്റ്റീലാണ്. ചാലകങ്ങളും കുജാലകങ്ങളും വളരെ ഉയർന്ന പ്രതിരോധമുള്ള പദാർത്ഥങ്ങളാണ് കുജാലകങ്ങൾ അഥവാ ഇൻസുലേറ്ററുകൾ. നല്ല ഇൻസുലേറ്ററുകളുടെ സവിശേഷത ഉയർന്ന ആപേക്ഷിക പ്രതിരോധം, റിലേറ്റീവ് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലാണ്. അതായത് വൈദ്യുതിയെ പ്രതിരോധിക്കാനുള്ള അതിന്റെ കഴിവ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ വൈദ്യുതി ഒരു വസ്തുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന അവസ്ഥ അതുവരെ പ്രതിരോധിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് വൈദ്യുതിയെ പ്രതിരോധിക്കാനുള്ള എല്ലാ കഴിവും നഷ്ടപ്പെടുന്ന ആ പോയിന്റ്. ഡയലക്ട്രിക് ബലം വളരെ കൂടുതലാണ്. മികച്ച യാന്ത്രിക ബലമുണ്ട്. മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെയേറെ കൂടുതലാണ് ഈ ഇൻസുലേറ്ററുകൾക്ക്. സാധാരണയായിട്ടുള്ള കുജാലക പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്ക, ഗ്ലാസ്, പോഴ്സലിൻ, റബ്ബർ ഉൽപ്പന്നങ്ങളും, പേപ്പർ, പരുത്തിയും സിൽക്കും, ബാക്ലൈറ്റ്, പോളിവിനൈൽ ക്ലോറൈഡ്, ഓയിൽ എന്നിവ. അതിൽ മൈക്ക എന്ന് പറയുന്നത് ഷീറ്റുകളുടെ ആകൃതിയിൽ ലഭിക്കുന്ന ധാതുവാണ്. വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ചെറിയ കപ്പാസിറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ ഈ മൈക്ക. പിന്നെ മൈക്ക നെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. കടലാസ് കൊണ്ടോ തുണി കൊണ്ടോ പൊതിഞ്ഞ് വാർണിഷിനാൽ തയ്യാർ ചെയ്ത ഒരു മൈക്ക ഉൽപ്പന്നം തന്നെയാണ്. കമ്മ്യൂട്ടേറ്റർ ഇൻസുലേഷൻ, ഉയർന്ന വോൾട്ടത ബുഷിങ്ങുകൾ, ആർമേച്ചർ ചുരുള്, ഇൻസുലേഷൻ തുടങ്ങിയവയ്ക്കായി ഇവ ഉപയോഗിക്കുന്നു. പിന്നെ ഗ്ലാസ്, നമ്മൾ പണ്ട് പഴയ കാലത്ത് ഇലവങ്കയിൽ അതിനെ വലിച്ചൊക്കെ ഗ്ലാസ് ഇൻസുലേറ്ററൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട്. ഒരു പൊതു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഗ്ലാസ് ഇത് വളരെ നല്ല ഒരു ഇൻസുലേറ്റർ ആണ്. മുകളിലുള്ള ലൈനുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഡിസ്ക് ഇൻസുലേറ്ററൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗ്ലാസ് നാരുകളിൽ നിന്നും തയ്യാറാക്കുന്ന ഗ്ലാസ് ടേപ്പും പാളികളും യാന്ത്രിക ബലമേറിയവയും
ക്കാവുന്നതും ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ളതുമാണ്. അതിനാൽ ഇവ ചുരുൾ ചാലകങ്ങളായി ഉപയോഗിച്ചിരുന്നു. പിന്നെ പോഴ്സിലിൻ, ഇവ മുകളിലൂടെയുള്ള കമ്പികളുടെ കുജാലകങ്ങളായി ഇൻസുലേറ്റർ ആയിട്ടും ഫ്യൂസ് കാരിയർ, ബുഷിങ്ങുകൾ, ക്ലീറ്റുകൾ തുടങ്ങിയ പോഴ്സിലിൻ നമ്മൾ ആരും പറയേണ്ട, നമ്മുടെ എല്ലാ സംഗതികളും ഇൻസുലേറ്ററിലെല്ലാം പോഴ്സിലിൻ ഉപയോഗിച്ചിട്ടുള്ള പിൻ ഇൻസുലേറ്റർ, ഡിസ്ക് ഇൻസുലേറ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മെക്കാനിക്കൽ ശേഷിയും അതിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെയേറെ കൂടുതലാണ്. പലവട്ടം പറഞ്ഞിട്ടുണ്ട് പിൻ ഇൻസുലേറ്ററിന്റെ ഒക്കെ ഫിഡലിറ്റി, പിൻ ഇൻസുലേറ്ററിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 3.5 കിലോന്യൂട്ടൺ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഒരു LT പിൻ ഇൻസുലേറ്റർ ഉണ്ട്. HT പിൻ ഇൻസുലേറ്റർ ആണെങ്കിൽ അത് 5 കിലോന്യൂട്ടൺ ആണ്. അതുപോലെ ഡിസ്ക് ഇൻസുലേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 45 കിലോന്യൂട്ടൺ എന്താ പറയാ ബ്രേക്കിംഗ് സ്ട്രെങ്ത് അതിനുണ്ട്. HT സ്റ്റേ ഇൻസുലേറ്ററിനാണെന്നുണ്ടെങ്കിൽ 44 കിലോന്യൂട്ടറും, അതുപോലെ HT സ്റ്റേ ഇൻസുലേറ്ററിനാണെന്നുണ്ടെങ്കിൽ 88 കിലോമീറ്ററും മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും മുകളിലൂടെയുള്ള കമ്പി ഓവർഹെഡ് ലൈനുകളിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററുകളാണ് പോഴ്സിലിൻ ഇൻസുലേറ്ററുകൾ. പിന്നെ റബ്ബറും റബ്ബർ ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട് ശുദ്ധമായ റബ്ബർ താപവും ഈർപ്പവും ആഗിരണം ചെയ്യുന്നു. അതിനാൽ റബ്ബർ ഉൽപ്പന്നങ്ങൾ കുജാലങ്ങളായി ഉപയോഗിക്കുന്നു. റബ്ബർ ഉൽപ്പന്നങ്ങൾ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ താഴ്ന്നതും മൃദുവും ഹൈ വോൾട്ടേജുള്ള കേബിൾ ചാലകങ്ങളുടെ കുജാലങ്ങളായി ഉപയോഗിക്കുന്നു. പേപ്പർ നല്ലൊരു ചാലകമാണ്. നമുക്കറിയാം പേപ്പർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമറിനകത്ത് നമ്മൾ ഇപ്പൊ കാണുന്ന കേട്ടോ. ട്രാൻസ്ഫോമറുകളിൽ പേപ്പർ വളരെ പ്രധാനപ്പെട്ട മാനില പേപ്പർ എന്നാണ് അറിയപ്പെടുന്നത്. 0.2 mm കനത്തിനടുത്താണ് ഒരു പാളിക കനം. അതുപോലത്തെ ഒത്തിരി പാളികൾ കൊണ്ടൊക്കെയാണ് വൈൻഡ് ചെയ്തിട്ടുള്ളത്. നല്ല കുജാലകമാണ്. ഇവ കേബിൾ കുജാലകമായി ഉപയോഗിക്കുമ്പോൾ ഒരു എണ്ണ കൊണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള എണ്ണ കൊണ്ട് പൂരിതമാക്കുകയും ചുരുൾ ചാലകങ്ങൾ ചുരുളുകൾ വൈൻഡിങ്ങുകളിലും ഉപയോഗിക്കുമ്പോൾ വാർണിഷ് പൂശുകയും ചെയ്യുന്നു. പേപ്പർ കൊണ്ട് ചുറ്റി വാർണിഷ് പൂശി ഉപയോഗിക്കുന്നു. കപ്പാസിറ്ററിന്റെ ഡയലക്ട്രിക് ആയി പേപ്പർ ഉപയോഗിക്കുന്നു. അപ്പൊ പാരഫിൻ മെഴുകി ചേർക്കുന്നു ഈ കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നെ പരുത്തിയും സിൽക്കും ആർമേച്ചർ ചുരുളിനെ പൊതിയുന്ന ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് സിംഗിൾ കോട്ടൺ കവർ വയർ, ഡബിൾ കോട്ടൺ കവർ വയർ, സിംഗിൾ സിൽക്ക് കവർ വയർ, എംബർ ടേപ്പ്, കോട്ടൺ ടേപ്പ്, ഒട്ടിക്കുന്ന ടേപ്പ് തുടങ്ങിയ കോട്ടൺ ഉൽപ്പന്നങ്ങൾ ചുരുളുകളിലും ഇൻസുലേറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ട്രാൻസ്ഫോമറിന്റെ അകത്തുള്ള വൈൻഡിങ്ങിന്റെ ഒക്കെ ലീഡുകൾ വരുന്നിടത്ത് നമ്മൾ പേപ്പർ കൊണ്ട് ചുറ്റിയിട്ടുണ്ടാവും. അതിനകത്ത് കോട്ടൺ ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ടുണ്ടാകും. അതിന് പിന്നെ അതിന് ശേഷം സിൽക്ക് ഉപയോഗിച്ചിട്ട് ചുറ്റിയിട്ടുണ്ടാകും. അപ്പൊ അത്രയ്ക്കും ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ ആയാലും മോട്ടറുകളുടെ ആയാലും അതിന്റെ വൈൻഡിങ്ങുകൾ നമ്മൾ തുറന്ന് കാണുമ്പോൾ സമയത്ത് ഇത്തരത്തിലുള്ള കാണാൻ പറ്റും. പിന്നെ ഉപയോഗിച്ചത് നമ്മുടെ പഴയ സ്വിച്ചുകളൊക്കെ ബാക്ക്ലൈറ്റ് സിന്തറ്റിക് റെസിനിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക നാമമാണ്. വൈദ്യുത ഉപകരണങ്ങൾ തയ്യാറാക്കുന്നതിന് സ്വിച്ച് ബോർഡുകളൊക്കെ ഉപയോഗിക്കുന്നു. ഹോൾഡറുകൾ, ഭിത്തിയിൽ ഉറപ്പിക്കുന്ന സോക്കറ്റുകൾ, പ്ലഗുകൾ, വൈദ്യുതിയോട് ബന്ധപ്പെട്ട മിക്ക സാമഗ്രികളുടെ നിർമ്മാണത്തിന് ഈ ബാക്ക്ലൈറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ PVC കടുപ്പമേറിയ റബ്ബർ പോലുള്ള ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നമാണ്. റബ്ബർ പൊതിയുന്നതിന് ഇൻസുലേറ്റിംഗ്, സ്ലീവിംഗ്, കേബിൾ ഷീറ്റിംഗ് തുടങ്ങിയത് ഉപയോഗിക്കുന്നു. ഈർപ്പം, സൂര്യപ്രകാശം, രാസപദാർത്ഥങ്ങൾ, തീജ്വാല എന്നിവയുള്ള ഉയർന്ന പ്രതിരോധം കാരണം ഇവ ഇപ്പോൾ വൾക്കനൈസ്ഡ് ഇന്ത്യ റബ്ബറിനെ പൂർണ്ണമായും പിന്തള്ളിയിരിക്കുകയാണ്. പിന്നെ ആസ്ബറ്റോസ്, ഇത് ഫൈബർ രൂപത്തിലുള്ള ഒരു പദാർത്ഥമാണ്. താഴ്ന്ന വോൾട്ടേജ് ബോർഡുകൾ, താങ്ങുകൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു. ആസ്ബറ്റോസ് നാരുകൾ രൂപകൽപ്പനയുണ്ടാക്കി ചൂടാവുന്ന ചാലകങ്ങൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്നു. ആസ്ബറ്റോസ് പേപ്പർ ടേപ്പുകൾ ചാലകങ്ങൾ പൊതിയുന്നതിന് ഉപയോഗിക്കുന്നു. സാധാരണഗതിയിൽ കോമൺ ആയിട്ട്. പിന്നെ പ്രധാനമായ സംഗതിയാണ് ഓയിൽ. നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ട്രാൻസ്ഫോമർ ഓയിൽ. ഹൈഡ്രോട്ടേറ്റഡ് ലൈറ്റ് നെഫ്തനിക് ഡിസ്റ്റിലേറ്റ് എന്നാണ് ട്രാൻസ്ഫോമർ ഓയിലിന്റെ പേര്. അപ്പോൾ ട്രാൻസ്ഫോമറുകൾ സർക്യൂട്ട് ബ്രേക്കറുകളിലൊക്കെ ഉപയോഗിക്കുന്നു. ഉയർന്ന വോൾട്ടേജുള്ള കേബിളുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ അവ ഇൻസുലേറ്റ് ചെയ്യുന്നതിനും പിന്നെ ഒപ്പം അതിനകത്തുണ്ടാകുന്ന ചൂടിനെ പുറത്തേക്ക് തള്ളുന്നതിനുമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സംഗതികൾ. അപ്പൊ രണ്ട് ഉപകാരങ്ങൾ ഈ പറയുന്ന ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഈ ഓയിലിനുണ്ട്. പിന്നെ സാധാരണഗതിയിൽ എണ്ണ പുരട്ടാത്ത പരുത്തി പേപ്പർ ഉൽപ്പന്നങ്ങളിൽ ഒരു 90 ഡിഗ്രി സെൽഷ്യസ് പരമാവധി താപനിലയുണ്ടെങ്കിൽ എണ്ണയോ വാർണിഷോ പുരട്ടിയ പരുത്തി പേപ്പർ ഉൽപ്പന്നങ്ങൾക്ക് 105 ഡിഗ്രി വരെ പരമാവധി താപനില. വയർ ഇനാമൽ, സിന്തറ്റിക് റെസിൻ,
എന്നീ പരുത്തി തുണികൾക്ക് 120°C, ഗ്ലാസ് നാരുകൾ, ആസ്ബറ്റോസ്, മൈക്കാനെറ്റ് തുടങ്ങിയവ വാർണിഷിനാൽ പൊതിഞ്ഞത് 130°C, ഗ്ലാസ് നാരുകൾ, ആസ്ബറ്റോസ്, മൈക്കാനെറ്റ് തുടങ്ങിയ സിലിക്കോൺ റെസിനിൽ സ്വേദനം ചെയ്തത് 155°C, സിലിക്കൺ, വാർണിഷ് തുടങ്ങിയവർക്ക് 150°C. ഇതെല്ലാം ഞാൻ വായിച്ചു പോകണം കേട്ടോ, ഒരു തുടക്കം, ഒരു സംഗതി കിട്ടാൻ വേണ്ടിയിട്ട്. മൈക്ക, പോഴ്സലൻ, ഗ്ലാസ്, കോട്സ് തുടങ്ങിയവർക്ക് 150°C. വയറുകളും കേബിളുകളും, ഇത് ഒരു ആറ്റത്തിനകത്ത്, പല ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ സാധാരണഗതിയിൽ ഇലക്ട്രോണുകൾ സ്വതവേ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും ആദ്യത്തെ ഷെല്ലിലെ വേഗത എന്ന് പറയുന്നത് ഏതാണ്ട് 1180 km/s വരും. വെറുതെ നിലത്ത് കിടക്കുന്ന ഒരു കമ്പിയാണെങ്കിൽ ആ കമ്പിനകത്ത് അതിൻ്റെ ആറ്റത്തിലെ പ്രധാന ഭാഗമായ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഒരു ചാർജും ഇല്ലാത്ത ന്യൂട്രോണും അടങ്ങുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഈ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ വേഗത എന്ന് പറയുന്നത് 1280 km/s ആണ്. അതിൻ്റെ ഒരു ചെറിയൊരു സംഗതി കാണിച്ചതേ ഉള്ളൂ. അപ്പൊ അത്ര വേഗതയിൽ ഒഴുകുന്ന ഇലക്ട്രോണുകളെ എളുപ്പം ബാഹ്യശക്തി ഉപയോഗിച്ചിട്ട് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് തള്ളി നീക്കുന്ന പ്രക്രിയ നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ തള്ളി നീക്കുന്ന ഒരു ബലം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതിന് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരാറ്റത്തിൽ നിന്നും മറ്റൊരാറ്റത്തിലേക്ക് ഇലക്ട്രോണുകളെ തള്ളി നീക്കുന്ന ഒരു ബലം സൃഷ്ടിക്കുന്ന അവസ്ഥയ്ക്കാണ്. ഇത് ഒരസൽ കൊണ്ടോ ഘർഷണം കൊണ്ടോ അഥവാ രാസബലം കൊണ്ടോ അഥവാ കാന്തിക ബലം കൊണ്ടോ സൃഷ്ടിക്കാൻ കഴിയും. എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പിക്ചർ അതിന്റെ കൂട്ടത്തിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരാറ്റത്തിലേക്ക് ഇലക്ട്രോണുകളെ തള്ളി നീക്കുന്ന പ്രക്രിയയിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക് ഘടന, അതിന്റെ സ്വാഭാവികമായ സവിശേഷതകൾ കൊണ്ട് ഈ ഇലക്ട്രോണുകളെ തള്ളി നീങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അതിനെല്ലാം പ്രതിരോധിക്കാൻ ഇടയാക്കാം. അതിന് സ്വാഭാവികമായ സംഗതിയിൽ പ്രതിരോധിക്കാം. ചിലത് അതിനെ കടത്തിവിടാൻ എളുപ്പം സഹായിക്കാം, ചിലതൊരു മിതമായ രീതിയിൽ അവതരിപ്പിക്കാം. നമ്മളതിനെ ലോഹങ്ങളൊന്നും എളുപ്പം തള്ളി നീക്കാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ തള്ളി നീങ്ങി പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ചാലകങ്ങൾ, ലോഹങ്ങൾ ഒരു കാരണവശാലും അതിനെ കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇൻസുലേറ്ററുകൾ, പിന്നെ ഇതിന്റെ മധ്യവർത്തിയായിട്ടിരിക്കുന്ന കാർബൺ പോലുള്ള ഒരു എന്താ പറയുക സെമി കണ്ടക്ടറുകൾ, പകുതി കണ്ടക്ടറാണ്, പകുതി കണ്ടക്ടറിന്റെ അല്ലാത്ത സ്വഭാവ റെസിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പൊ ഇവയൊക്കെ ആണെങ്കിൽ പോലും എല്ലാ വസ്തുക്കളും ചാലകങ്ങളായി മാറാം. എന്താണ്, അതിന്റെ സ്വാഭാവികമായ അവസ്ഥയ്ക്ക് വിഘ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഇൻസുലേറ്ററുകളെല്ലാം കണ്ടക്ടറായിട്ട് മാറാം, അല്ലെ കണ്ടക്ടറായിട്ട് ഒരു പരിധി വരെ ചെറുങ്ങനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ രീതിയിൽ അതിലൂടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുമ്പോൾ അതിനകത്തൊരു ലീക്കേജ് സംഭവിക്കും. അത് വളർന്ന് അതൊരു തമ്മിൽ രണ്ട് കണ്ടക്ടറുകൾക്കിടയിലുള്ള ഇൻസുലേഷൻ മീഡിയം അതിന് അപജയം സംഭവിക്കുമ്പോൾ, തകരാറ് സംഭവിക്കുമ്പോൾ പതിയെ നമ്മളുടെ വൈദ്യുതി വാഹക ശേഷിയുള്ള കമ്പികളുടെ, ചാലകങ്ങളുടെ ആവരണങ്ങൾക്ക് സ്വതസിദ്ധമായുള്ള സ്വഭാവവിശേഷങ്ങൾ നഷ്ടപ്പെടുക വഴി അവയൊക്കെ നാശനം സംഭവിക്കുകയും ഷോർട്ട് സർക്യൂട്ട് ആവുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ ഒരു കമ്പി പോയിക്കൊണ്ടിരിക്കുന്ന, കമ്പിയിലൂടെ വൈദ്യുതി കണങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമ്പി നേരിട്ട് മുറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അത് ബ്രേക്കായി എന്ന് പറയും. അതേപോലെ ഒരു ചാലകത്തിന് ചുറ്റും, ഒരു കമ്പിയുടെ ചുറ്റും ഒരു ഇൻസുലേറ്റിംഗ് ആവരണമുള്ള കേബിളും മറ്റുമാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കമ്പിയുടെയും ഇൻസുലേഷൻ നാശനം, തകരാറ് സംഭവിച്ചാൽ അവ തമ്മിൽ ഷോർട്ട് സർക്യൂട്ടും ആവുകയും ചെയ്യും. അപ്പൊ രണ്ട് തരത്തിൽ, ഒന്ന് ബ്രേക്ക് ആവാൻ ചെയ്യാം, ഒന്ന് ഷോർട്ടായിട്ടും ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ അതിനെല്ലാം കാരണമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള സ്വാഭാവികമായ ആറ്റോമിക് സ്ട്രക്ചറിലെ സംഭവവികാസങ്ങളാണ്. അതിന്റെ ആറ്റത്തിന്റെ അകത്തുള്ള ന്യൂക്ലിയസിൽ നിന്നും ന്യൂക്ലിയസിൽ നിന്നുള്ള സ്വാഭാവികമായ ആകർഷണ ബലത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ആ ആകർഷണ ബലത്തിന് പുറത്തേക്ക് പോകാൻ പുറത്തു നിന്നൊരു ഫോഴ്സ്, കൂടിയ ബലം പ്രയോഗിക്കുമ്പോൾ നമ്മൾ അതിന് വോൾട്ടേജ് കൂടുതലാണെന്ന് പറയും. കൂടിയ വോൾട്ടേജ് അത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ഒരു ബലം കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കും, അതിന്റെ ആറ്റോമിക് ഘടനയ്ക്ക് ഭംഗം സംഭവിക്കും, ഇലക്ട്രോണുകൾ എളുപ്പം തെന്നി നീങ്ങാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാലുണ്ടാകുന്നു, സ്വാഭാവികമായിട്ടും അതിന് നാശം സംഭവിക്കും. അപ്പോൾ ആ സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടി രണ്ട് പടം കാണിച്ചെന്നേ ഉള്ളൂ.
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. നോർത്ത് പോളിലും സൗത്ത് പോളിലും ഇടയ്ക്ക് ഒരു വൈദ്യുതി ചാലകം ചലിക്കുമ്പോൾ കാന്തിക ബലവ്യതിയാനത്തിന്, ചലിക്കുന്ന സമയത്ത് കാന്തിക ബലവ്യതിയാനത്തിന് അനുസൃതമായിട്ട് ഈ കണ്ടക്ടറിനകത്തുള്ള ഈ ആറ്റങ്ങൾക്കകത്തുള്ള ഈ ആറ്റങ്ങൾക്ക് അകത്തുള്ള ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകളെ തള്ളി നീക്കുന്ന ഒരു ബലം നോർത്ത് പോളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുക വഴി അത് തെന്നി നീങ്ങുകയും അത് തെന്നി നീങ്ങി ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരുമ്പോൾ അതിലൂടെ സഞ്ചരിച്ച് ആവശ്യമായ സ്ഥലത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത ഒരു ലോഡിലെത്തുമ്പോൾ ആ ലോഡിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ലോഡിൽ അതിന് കയ്യിൽ കിട്ടിയ സ്വസിദ്ധമായി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം വഴി ഈ തള്ളി നീക്കപ്പെട്ട ബലം അവിടെ പ്രയോഗിക്കുകയും ആ ലോഡിന്റെ സ്വഭാവ വിശേഷങ്ങൾക്കനുസൃതമായി അവിടെ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു രീതിയിലേക്ക് താപോർജമായോ യാന്ത്രിക ബലമായോ കാറ്റായോ താപമായോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളുടെ വെളിച്ചമായോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഈ പറയുന്ന ചാലകങ്ങളും കുചാലകങ്ങളും. അതിൽ തന്നെ രണ്ട് വയറായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നു, പിന്നെ കേബിൾ ആണെന്നും പറയുന്നു. എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം നോക്കാം. സാധാരണഗതിയിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ട് വരെയുള്ള ലോ വോൾട്ടേജ്, 650 വോൾട്ട് വരെയുള്ള മീഡിയം വോൾട്ടേജ്, 250നും 650 വരെയുള്ള വോൾട്ടേജിന് ലോ വോൾട്ടേജ്, ലോ ടെൻഷൻ എന്ന് പറയുന്നു. 650 വോൾട്ട് മുതൽ 33,000 വോൾട്ട് വരെ HT ഹൈ ടെൻഷനും, 33,000 മുതൽ 765 വരെ എക്സ്ട്രാ ഹൈ ടെൻഷനും, 765 കിലോ വോൾട്ടിന് മുകളിൽ അൾട്രാ ഹൈ ടെൻഷൻ വയറുകളും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രഷർ ലൈൻ, ഇത്തരത്തിലുള്ള ഏറ്റവും കൂടിയ ബലമുള്ള ലൈൻ, പ്രഷർ ലൈൻ ഉള്ളത് ഇന്ത്യയിലാണ്, മധ്യപ്രദേശിലെ ബിന എന്ന സ്ഥലത്താണ്. അതിന് തൊട്ട് താഴെ ചൈനയിലാണ് 1100 കെവിയിലുള്ളത്. അപ്പൊ ഇന്ത്യയിൽ 1200 കെവിയിലാണ് പ്രഷർ ലൈൻ ഉള്ളത്. ഗുണനിലവാരമുള്ള വൈദ്യുതി ഇടവില്ലാതെ സുരക്ഷിതമായി നൽകുന്നതിന് വേണ്ടി മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സി റെഗുലേഷൻ 12 അനുസരിച്ചിട്ടും അംഗീകൃതമായ നിർമ്മാണ പരിപാലന രീതികൾ ഉണ്ടാവണം. ലൈൻ കമ്പികൾ, സാധാരണ കമ്പികൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കമ്പിയുടെ കപ്പാസിറ്റി, കമ്പിയുടെ മെക്കാനിക്കൽ ബലം, കമ്പിയുടെ വൈദ്യുതി വഹിക്കാനുള്ള കഴിവ്, അത് നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തിന്റെയും അതിന്റെ വണ്ണത്തെയും ആശ്രയിച്ചിരിക്കുന്നു. യാന്ത്രിക ബലം അതിന്റെ വലിയ ശക്തിയുമായി, ടെൻസിൽ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു പരിധി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റോമിക് ഘടനയിൽ വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് അതിന്റെ സ്ട്രെങ്ത് മാറുന്നു. വലിയ ബലം അതിനകത്തുള്ള യാന്ത്രിക ബലം എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെങ്ത്തുമായി, ടെൻസൈൽ സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ലൈൻ കമ്പികൾ ചെമ്പ് കമ്പി, അലൂമിനിയം കമ്പി, എല്ലാം അലൂമിനിയം അലോയ് കമ്പികൾ, സ്റ്റീൽ കൊണ്ട് ബലപ്പെടുത്തിയ അലൂമിനിയം കമ്പികൾ, പിന്നെ ഉരുക്ക് കമ്പികൾ, നാഗം, പൂശി, ഇരുമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ GI, പിന്നെ കേബിൾ, കൺട്രോൾ കേബിൾ, സർവീസ് വയർ, പവർ കേബിൾ. കേബിളുകൾ എന്ന് പറയുമ്പോൾ കൺട്രോൾ കേബിൾ ഉണ്ട്, സർവീസ് വയർ ഉണ്ട്, പവർ കേബിൾ ഉണ്ട്. അപ്പൊ എല്ലാം അലൂമിനിയം കമ്പികൾ, എല്ലാം അലൂമിനിയം കമ്പികളായിട്ടുള്ള അലൂമിനിയം കമ്പിക്ക് സ്വാഭാവികമായിട്ടും ചെമ്പ് കമ്പിയേക്കാൾ ബലക്കുറവുണ്ട്. മാത്രമല്ല ചെമ്പ് കമ്പിയേക്കാൾ വൈദ്യുവാഹക ശേഷിയും കുറവുണ്ട്. അപ്പൊ നമ്മൾ ബലം കൂട്ടാനായിട്ട് നമ്മൾ അതിനകത്ത് ഇരുമ്പ് അല്ലെങ്കിൽ മറ്റ് അലോയ് സങ്കര ലോഹമായി ഉപയോഗിക്കുന്നു. ഓൾ അലൂമിനിയം അലോയ് കണ്ടക്ടർ, എല്ലാ കമ്പികളും അലോയ് ചേർത്ത സങ്കര ലോഹം ചേർന്ന അലൂമിനിയവുമായി ബന്ധപ്പെട്ട കമ്പികൾ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം കമ്പിക്കകത്ത് സ്റ്റീൽ കൊണ്ട് ബലപ്പെടുത്തിയ ഒരു കമ്പി ഉപയോഗിക്കുമ്പോൾ അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ കൊണ്ട് ബലപ്പെടുത്തിയ ഒരു സ്റ്റീൽ റീൻഫോഴ്സ്ഡ് ACSR ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ GI കമ്പികൾ, കാരണം GI കമ്പികൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാർഡിങ്ങിന് ഉപയോഗിക്കുന്നു, എർത്തിങ്ങിന് ഉപയോഗിക്കുന്നു. നമ്മുടെ സിസ്റ്റത്തിലെ ഈ പറയുന്ന തുരുമ്പെടുക്കാതിരിക്കാൻ അവസ്ഥ, ഇപ്പോൾ ഇരുമ്പ് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ പോളുകൾ അല്ലെങ്കിൽ എപ്പോളുകൾ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തുരുമ്പെടുക്കാതിരിക്കാൻ അതിന്റെ പുറത്ത് നമ്മൾ സിങ്ക് പൂശിയ GI കേബിൾ, കൺട്രോൾ കേബിള്, സർവീസ് വയർ, പവർ കേബിള്. AC അലൂമിനിയം കണ്ടക്ടർ എനിക്ക് വിശദീകരിച്ചു തന്നെ. പിന്നെ ഒരു കമ്പി കൂടെ ഉണ്ട് ACC, അലൂമിനിയം കണ്ടക്ടർ കോമ്പോസിറ്റ് കോർ, അല്ലെങ്കിൽ HTLS എന്ന് പറഞ്ഞു, ഹൈ ടെമ്പറേച്ചർ ലോഗ് സാഗ്, ഓവർഹെഡ് പവർ ലൈനുകൾ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ ഉപയോഗിച്ചതാണ് ഈ HTLS. ചെമ്പ് കമ്പി ഉയർന്ന യാന്ത്രിക ബലവും കുറഞ്ഞ റെസിസ്റ്റൻസും ഉയർന്ന വിലയുമാണ് ചെമ്പ് കമ്പിക്കുള്ളത്. AC വലിയ ശക്തി കുറവായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്, ചെറിയ സ്പാനുകളിലൊക്കെ വലിയ ശക്തി, ടെൻഷൻ സ്ട്രെങ്ത് വളരെ കുറഞ്ഞ ചെറിയ സ്പാനുകളിലൊക്കെ മുമ്പ് ഉപയോഗിച്ചു. നമ്മൾ AC മുഴുവനായിട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും കുറച്ച് സ്ഥലത്തേ ഉണ്ടാവുള്ളൂ, മാറ്റിയിട്ടില്ലെങ്കിൽ. മിക്കവാറും എല്ലാം ACSR ആക്കി മാറ്റിക്കഴിഞ്ഞു. ACSR, HT, LT, HD ലൈനുകൾ ഉപയോഗിക്കുന്നു. ഇൻസുലേഷൻ കൊണ്ട് ആവരണം ചെയ്ത കമ്പികളാണ് നമ്മൾ സാധാരണഗതിയിൽ കേബിൾ എന്ന് പറയുന്നത്.
ഇൻസുലേഷൻ കൊണ്ട് ആവരണം ചെയ്ത് കമ്പികൾ കേബിൾ എന്ന് പറയുന്നു. കേബിളുകളും ACSR കമ്പികളും ഒറ്റ കമ്പിയായി സ്റ്റാൻഡ് ചേർത്ത് പിരിച്ച് വിവിധ വലിപ്പത്തിലും ഉപയോഗിക്കുന്നു. ഈ സ്റ്റാൻഡ് തന്തുവൽക്കരിച്ച കമ്പികളെ 2 അക്കങ്ങൾ ഉപയോഗിച്ചു. ഒന്ന് തന്തുവിന്റെ എണ്ണവും, 2 തന്തുവിന്റെ വണ്ണവും. എണ്ണം എന്ന് പറയുന്ന സ്റ്റാൻഡിന്റെ എണ്ണം 1+6. ഇപ്പൊ നമ്മള് ഡ്രമ്മിലൊക്കെ കാണുമ്പോൾ 6+1 ബാർ 2.11 എന്നൊക്കെ കാണും. നമ്മളിപ്പോൾ നമ്മുടെ ഓഫീസുകളിലേക്ക് എത്തുന്ന സ്റ്റോറിൽ നിന്ന് നമ്മുടെ സ്റ്റോറിലേക്ക് എത്തുന്ന സ്കുറിൽ, വീസിൽ, റാബിറ്റ്, റാക്കൂൺ എന്നിവ. ഇപ്പൊ ആകെ 2 വരുന്നുള്ളൂ. നമ്മളിപ്പോ റാബിറ്റും റാക്കൂൺ മാത്രമേ LCD ബോർഡിന്റെ ഓവർഹെഡ് ലൈനുകൾക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും 6+1/3.35. അപ്പോൾ 6 അലൂമിനിയവും ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീലും ചേർത്ത് 7 കമ്പിയും. ഓരോ കമ്പിയുടെയും വണ്ണം എന്ന് പറയുന്നത് 3.35 mm റാബിറ്റിനും 4.0 mm വണ്ണം റാക്കൂണിനുമാണ്. അപ്പൊ റാബിറ്റിന് അതിന്റെ വൈദ്യുതവാഹക ശേഷി എന്ന് പറയുന്നത് 148 ആംപിയറും റാക്കൂണിന് 197 ആംപിയറുമാണ്. അപ്പൊ റാബിറ്റിന് 148 ആംപിയറും റാക്കൂണിന് അത് 197 ആംപിയറും. സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രാൻസ്ഫോമർ എല്ലാം 100 kVA ട്രാൻസ്ഫോമറിന് 1 kVAക്ക് 1.33 ആംപിയർ എന്ന ഒരു തമ്പ് റൂൾ പ്രകാരം, അല്ലെങ്കിൽ അതിന്റെ നോർമലി 100 kVA ട്രാൻസ്ഫോമർ 131 ആണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റുള്ള ട്രാൻസ്ഫോമറിന്റെ 160 kVയുടെയും 250 kVയുടെയും 315 kVയുടെയും 500 kVയുടെ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു എളുപ്പത്തിന് ഈ തമ്പ് റൂൾ ഉപയോഗിക്കാൻ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. എന്നാലും അങ്ങനെ നോക്കുമ്പോൾ 100 kVA ട്രാൻസ്ഫോമറിന് 131 ആംപിയർ വരുമ്പോൾ 131 ആംപിയർ ഔട്ട്പുട്ടും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 1-2 ദിവസം വരെ ട്രാൻസ്ഫോമർ 48 മണിക്കൂർ വരെ അതിന്റെ ഫുൾ ലോഡ് കറണ്ടിന്റെ ഒരു 1.2% കൂടി 120%, 1.2 ടൈംസ് കൂടി വൈദ്യുതി നമുക്ക് ലോഡ് ചെയ്യാം എന്നുള്ളത് പ്രത്യേക കണക്കാക്കുമ്പോൾ അതുകൂടി ചേർത്തിട്ട് അത്തരത്തിലൊരു ആവശ്യം വന്നാൽ ബാക്ക് ഫീഡ് ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സമയത്ത് അപ്പുറത്തേക്ക് ട്രാൻസ്ഫോമർ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ബാക്ക് ഫീഡ് ചെയ്യും. ബാക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ ഓവർലോഡ് ആവും. ആ പരിധി സമയത്ത് പോലും ഉപയോഗിക്കാൻ പാകത്തിന് അതിന് 131 × 1.2 ടൈംസ് എന്ന് കണക്കാക്കി അതുകൂടെ കണക്കാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റാബിറ്റ്. നേരത്തെ വീസലുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ വീസലിന് 100 ആംപിയറാണ് വാഹക ശേഷി എന്നുള്ളത് കൊണ്ട് അതിന്റെ കറണ്ട് കാര്യം കപ്പാസിറ്റി കുറയുമ്പോൾ അതിനകത്തുള്ള അറ്റോമിക് സ്ട്രക്ചറിലൂടെ ഈ കറണ്ട് കൊടുക്കുന്ന സമയത്ത് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ചൂടാവും. ചൂടാകുമ്പോൾ ആ ചൂട് വായുവിലേക്ക് പകർന്നു കൊടുക്കും ഒക്കെ ചെയ്യുമെങ്കിലും നല്ല ഒരു ബലം അവിടെ നഷ്ടപ്പെടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാബിറ്റ് കണ്ടക്ടർ ഉപയോഗിക്കുന്നത്. HT ലൈനുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ HT ലൈനുകളിൽ ചില സബ്സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ റാബിറ്റ് കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ HT ലൈനുകളിൽ സാധാരണഗതിയിൽ ഒരു 200 ആംപിയറൊക്കെ നോർമൽ കപ്പാസിറ്റി 11 kV ഫീഡുകൾക്കുള്ളത്. അപ്പോൾ ഈ 148 ആംപിയറുള്ള റാബിറ്റൊക്കെ ഇപ്പം നമ്മൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതും ഇപ്പം അതിന്റെ തുടർ നടപടിയാണ്. ഒരു സ്ഥലത്ത് ഉണ്ടാവാനുള്ള കഴിയില്ല. മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ലോഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ഇപ്പം ലോഡിന്റെ അവസ്ഥ മാറി. നമ്മൾ ഓരോ ദിവസവും അനുദിനം കൂടുതൽ ലോഡ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ സെറ്റ് ചെയ്തേക്കണ പരമാവധി വാഹകശേഷി എത്രയാണോ അതിന്റെ ഔട്ട്പുട്ട്, ഫീഡറിന്റെ ഔട്ട്പുട്ട് കറണ്ട് എത്രയാണോ അതനുസരിച്ച് കണ്ടക്ടർ നമ്മൾ വൈദ്യുതവാഹക ശേഷിയുള്ള കണ്ടക്ടർ ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ കണ്ടക്ടർ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന റാക്കൂൺ 11 kVയുടെ ഫീഡറുകൾക്കും LTയിൽ ട്രാൻസ്ഫോമറുകളിൽ റാബിറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം 160 kVയുടെ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും 120 213 ആംപിയർ ഒക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന റാബിറ്റിന് വൈദ്യുതി മുഴുവൻ താങ്ങാൻ കഴിയില്ല. അപ്പൊ ആ സമയത്ത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ഫീഡർ ആക്കി വലിക്കും. അതല്ല ചിലപ്പം ഒരു ട്രാൻസ്ഫോമർ മധ്യഭാഗത്താണ് വെക്കുന്നതെങ്കിൽ ഇരുപുറവും അങ്ങോട്ട് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇടത്ത് വലത്ത് ഭാഗത്തേക്ക് പോകുന്ന 2 ഫീഡറുകളായിട്ട് മാറുമ്പോൾ അതിന്റെ ലോഡ് പകുതിയായി കുറയും. അപ്പോഴും നമുക്ക് ഈ റാബിറ്റ് തന്നെ മതിയാവും. അപ്പൊ പൊതുവിൽ ഉപയോഗിക്കുന്ന ഈ കമ്പികൾ 6+1/3.35 mm വണ്ണം, ഒന്ന് 6+1/4.09. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിലെഴുതിയേക്കണം 1.6 എന്നാണ്. അതൊരു പുസ്തകത്തിൽ നേരത്തെ കണ്ടത് എഴുതിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഡ്രം കണ്ടപ്പോൾ ആ ഡ്രമ്മിൽ എഴുതിയേക്കണം 6+1 എന്നാണ്. 6 അലൂമിനിയം കമ്പി പ്ലസ് ബലപ്പെടുത്തിയ ഒരു സ്റ്റീൽ എന്ന് കണക്ക്. ഇവയ്ക്കൊക്കെ ആവശ്യത്തിന് വൈദ്യുതി വഹിക്കാനുള്ള കഴിവുണ്ടാവണം. CA റെഗുലേഷൻ 12ഉം IE റൂൾ 29 അനുസരിച്ച്.
വേണ്ടത്ര വൈദ്യുതി വിരോധനം. ഇൻസുലേറ്റർ ഉപയോഗിക്കുന്നു. അത് വൈദ്യുതി വഹിക്കുന്ന കമ്പികളെ കൊണ്ടുപോകുന്ന വഴികളെല്ലാം അത് അപകടരഹിതമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വ്യക്തമായ വിദ്യുത് രോധന വസ്തുക്കൾ ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കുന്നു. തകരാറുകൾ മൂലമുള്ള അധിക വൈദ്യുതി താങ്ങാനുള്ള കഴിവ് വയ്ക്കെല്ലാം വേണം. അത് പെട്ടെന്ന് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരത്തേക്ക് ഒരു സർജ് വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കണ്ടക്ടേഴ്സിനെല്ലാം വേണം. ആവശ്യത്തിന് ബലം എന്നിവ ഉണ്ടാകും. എവിടെയാണ് ഉപയോഗിക്കുന്നത്, എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്, കാറ്റടിക്കുന്നു, മഞ്ഞടിക്കുന്നു, വെയിൽ കൊള്ളുന്നു, അല്ലെങ്കിൽ പുഴക്ക് കുറുകി ഉപയോഗിക്കുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന സാഗ്, പല കാറ്റ്, മഞ്ഞ്, മഴ ഇവയൊക്കെ വരുന്ന സമയത്ത് അവയൊക്കെ താങ്ങാനുള്ള കഴിവ് ആ സാഹചര്യത്തിൽ, ഏത് സാഹചര്യത്തിലാണോ അത് വ്യവസ്ഥകൾ പാലിച്ച് തയ്യാറാക്കപ്പെട്ടുള്ള ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് ആവശ്യമായ രീതിയിലുള്ള ബലം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടാവണം. വൈദ്യുതി വഹിക്കാനുള്ള കഴിവുണ്ടാവണം, ഇൻസുലേഷൻ കപ്പാസിറ്റി ഉണ്ടാവണം, പിന്നെ വൈദ്യുതി താങ്ങാനുള്ള കഴിവ് ഉണ്ടാവണം. എങ്ങനെ? സർജ് എഫക്ട്, അധിക തകരാറുകൾ മൂലമുള്ള അധിക വൈദ്യുതി താങ്ങാനുള്ള കഴിവുണ്ടാവണം. ആവശ്യത്തിന് ബലവും ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞാൽ ACSR കമ്പിയില നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്വിറിൽ, വീസിൽ, റാബിറ്റ്, മിങ്ക്, റാക്കൂൺ, ഡോഗ് എന്ന് പറയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ 33 kV ലൈനിലൊക്കെ ഉപയോഗിക്കുന്ന ഡോഗ് കണ്ടക്ടറാണ്. 66 kV ഉപയോഗിക്കുന്ന ഡോഗ് 66 kV ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നിലയ്ക്ക് മാത്രമേ ഇത് കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ സ്ക്വിറിൽ നേരത്തെ ഉപയോഗിച്ചിരുന്നതിന് നേരത്തെ 70 ആംപിയർ ആണ്, വീസലാണെങ്കിൽ 100 ആംപിയർ ആണ്, റാബിറ്റ് ആണെങ്കിൽ 148 ആംപിയർ ആണ്, മിങ്ക് ഉപയോഗിക്കുന്നുണ്ട്, റാക്കൂൺ ഉപയോഗിക്കുന്നുണ്ട്. മിങ്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. പണ്ട് കാലത്ത് കോമൺ ആയിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് കാലത്ത് തുടങ്ങി പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന മിങ്ക് എന്ന് പറയുന്ന പേരിലുള്ള കണ്ടക്ടറാണ്. അതായത് 7 കണ്ടക്ടർ, 6 അലൂമിനിയവും 1 സ്റ്റീലും, ഒന്നിന് 3.35 വ്യാസം, ഡയമീറ്റർ. അതിന്റെ 3.66 മിങ്ക് എന്ന് പറയുമ്പോൾ 1+6 ബാർ 3.66 mm. അപ്പൊ അതിന്റെ കപ്പാസിറ്റി 167 ആംപിയർ ആയിരുന്നു. അപ്പൊ 167 ആംപിയർ ഉള്ള കമ്പി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കോമൺ ആയിട്ട് വന്നിരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു LT ലൈൻ വലിച്ചുകൊണ്ട് പോയിട്ട് 2 സ്പാൻ വലിച്ച് ഒരു കണക്ഷൻ കൊടുക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 167 ആംപിയർ ഒന്ന് കമ്പിയും അത്രയും കിട്ടാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2, 3 അല്ലെങ്കിൽ 5, 10 വീടുകൾക്കായിട്ട് വൈദ്യുതി വലിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ മിങ്കാണ്. അപ്പൊ ഈ മിങ്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മിങ്ക് എന്ന പേര്, നീർനായ എന്ന് മലയാളം, മിങ്ക് എന്ന പേരുള്ള ഈ കമ്പിയെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആകെ 100 മീറ്റർ കമ്പി ഉണ്ടാവും, 100 മീറ്റർ വായിച്ചും വലിക്കണം. അപ്പൊ നമ്മൾ ഈ 100 മീറ്ററിന് 2ആയിട്ട് പകുത്ത് നടുക്കുള്ള സ്റ്റെയിലിനെടുത്ത് മാറ്റും. പണ്ട് കാലത്ത് കോമൺ ആയിട്ട് വന്നിരുന്നത് ഈ മിങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ACSR കമ്പിയാണ്. അപ്പൊ ഈ അകത്തിരിക്കുന്ന സ്റ്റീലിനെ എടുത്ത് മാറ്റുമ്പോൾ ബാക്കി അലൂമിനിയം, ഈ സ്റ്റീലിനാണ് ആ പേര് എന്നുള്ളത് കൊണ്ട് നമ്മൾ മിങ്ക് എടുത്ത് മാറ്റി മുപ്പിജിയൻ കമ്പിയാക്കി, 3 പിരിയുള്ള 2 കമ്പിയാക്കി, ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രലായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ നടുക്കുള്ള സ്റ്റീലിനെ ഒഴിവാക്കിയപ്പോ ഇതുകൊണ്ടാണ് ഈ പ്രത്യേകത വന്നതെന്നുള്ള അടിസ്ഥാനത്തിൽ അതിനെ മിങ്ക് എടുത്ത് മാറ്റി, അല്ലെങ്കിൽ മിങ്ക് ഒടിച്ചു കളഞ്ഞ് എന്ന് പണ്ട് കാലം പോലെ പറഞ്ഞിരുന്നത്. ഇപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ACSRനകത്തുള്ള അലൂമിനിയത്തെ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റീലിനെ മിങ്ക് എന്നാണ്. മിങ്ക് ഒടിച്ചുകള, മിങ്ക് എടുത്തുകള, മിങ്ക് മാറ്റ് എന്നൊക്കെ പറയുന്നത് മിങ്ക് എന്നുള്ള പേര്. ആക്ച്വലി മിങ്ക് എന്ന് പറയുന്നത് ആ 6+1 ബാർ 3.66 എന്ന ACSR കണ്ടക്ടറിന്റെ പൊതു പേരാണെങ്കിലും അതിനകത്തിരിക്കുന്ന സ്റ്റീലിനെ നാം വിളിച്ചു വരുന്ന ഒരു, നമ്മളൊരു പേരിടുമ്പോൾ നമ്മളൊരു പേരിട്ടാ വിളിക്കുന്നു എന്ന അർത്ഥത്തിൽ കണക്കാക്കണമെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവയ്ക്കുള്ള വിയോജനക്ഷമത, അതിന്റെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് റാബിറ്റിന് 18.25 കിലോ ന്യൂട്ടണും റാക്കൂണിന് 26.91 കിലോ ന്യൂട്ടണും. നമ്മൾ ABCയുടെ കാര്യം പറയുമ്പോൾ ഒക്കെ ഈ ബലം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. 18.25 കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 18,250 അല്ലെങ്കിൽ 1018 ടൺ. ഈ 18 ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ 1 സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ ദൂരത്തിലേക്ക് തള്ളി നീക്കാൻ ആവശ്യമായ ബലം വരെ ഈ കമ്പി താങ്ങും. അതുപോലെ റാക്കൂണിനാണെങ്കിൽ 26
0.91 കിലോന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 26-27 ടൺ ഭാരമുള്ള ഒരു വസ്തുവിനെ, ഒരു ട്രക്കിനെ 1 സെക്കൻഡ് കൊണ്ട് 1 മീറ്റർ തള്ളി നീക്കാൻ ആവശ്യമായ ബലം എത്രയാണോ, എത്ര ബലം പ്രയോഗിക്കുമ്പോഴാണോ അത് തള്ളി നീക്കപ്പെടുന്നത്, ആ മൊമെന്റിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെ ഈ കമ്പി താങ്ങും എന്നുള്ളതാണ്. ഈ കമ്പി താങ്ങാനുള്ള കാരണം അതിനകത്തിരിക്കുന്ന സ്റ്റീലിന്റെ ബലം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഷാക്കിലേക്ക് കൊണ്ടുവരുമ്പോഴും ഡിസ്കിലേക്ക് കൊണ്ടുവരുമ്പോഴും ഒക്കെ, ഡിസ്കിലുള്ള സമയത്ത് നമ്മളൊന്നും ചെയ്യാറില്ല, പക്ഷെ ഷാക്കിൽ ചെയ്യുന്ന സമയത്ത് വളയ്ക്കാനൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തിരിക്കുന്ന മിങ്ക് ഒടിച്ചു കളയും. മിങ്ക് ഒടിച്ചു കളയുന്ന ഒരു കോമൺ പേര് വെച്ച് പറഞ്ഞാണ് ആക്ച്വലി അതിന്റെ സ്റ്റീൽ ഒടിച്ചു കളയും. അപ്പൊ ആ സ്റ്റീല് ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സവിശേഷതയാണ് അലൂമിനിയം കമ്പിയോട് ചേർന്ന് സ്റ്റീൽ ചേർക്കുമ്പോൾ ACSR എന്ന പേരുള്ള ഒരു സവിശേഷത സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ ആ സവിശേഷത നമ്മൾ എടുത്തു കഴിയുകയും സാധാരണ ഓൾ അലൂമിനിയം കണ്ടക്ടറായിട്ട് മാറുകയാണ്. പല സ്ഥലത്തും അറിഞ്ഞോ അറിയാതെയോ തുടർന്ന് പോരുന്നുണ്ടാകാം. ഇപ്പോഴും പലരും അത് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ പടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച സംഗതി. അടുത്തത് കേബിളുകളാണ്. കേബിളിന്റെ കോഡ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് അലൂമിനിയം കണ്ടക്ടർ എന്ന നിലയ്ക്ക് എയും, XLP ഇൻസുലേഷൻ കൊടുക്കണമെങ്കിൽ 2X-ഉം, PVC ഇൻസുലേഷൻ ആണെങ്കിൽ Y-യും, സ്റ്റീൽ റൗണ്ട് ആർമേഡ് വയർ W എന്നും, നോൺ മാഗ്നറ്റിക് വയർ ആർമേഡ് ആണെങ്കിൽ WA എന്നും, സ്റ്റീൽ ഗ്രിപ്പ് ആർമേഡ് ആണെങ്കിൽ F, ഫ്ലാറ്റ് എന്ന് പറയുന്നത് F-ഉം, നോൺ മാഗ്നറ്റിക് സ്ട്രിപ്പ് ആർമേഡ് ആണെങ്കിൽ FA എന്നും, ഡബിൾ സ്റ്റീൽ റൗണ്ട് വയർ ആണെങ്കിൽ FF എന്നും രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ AYFI എന്ന് പറയുമ്പോൾ അലൂമിനിയം കണ്ടക്ടർ, PVC ഇൻസുലേറ്റഡ്, സ്റ്റീൽ ഗ്രിപ്പ്, പിന്നെ വീണ്ടും PVC ഇൻസുലേറ്റർ. നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധാരണ ട്രാൻസ്ഫോമറിന്റെ LT ഫ്യൂസിലേക്ക് കണക്ട് ചെയ്യാനും ഫ്യൂസിൽ നിന്ന് പോളിലേക്കുള്ള ഷാക്കിൽ വരെയുള്ള ദൂരത്തിലേക്ക് കൊടുക്കുന്ന സാധാരണ കേബിൾ ഇപ്പൊ നമ്മൾ XLP ആണ് ഉപയോഗിക്കുന്നത്. അതുതന്നെ AYFI കേബിൾ ആയിരുന്നു. A എന്ന് പറയുന്ന അലൂമിനിയം കമ്പിയെ PVC കൊണ്ട് ആവരണം ചെയ്തതിന് ശേഷം AYF സ്റ്റീൽ ഗ്രിപ്പ് കൊണ്ട് പൊതിഞ്ഞ്, മെക്കാനിക്കൽ ബലത്തിന് പൊതിഞ്ഞ്, അതിനുശേഷം വീണ്ടും Y PVC ജാക്കറ്റോട് കൂടിയ, അപ്പൊ AYFI കേബിൾ, അലൂമിനിയം കണ്ടക്ടർ, PVC ഇൻസുലേറ്റഡ്, സ്റ്റീൽ ഗ്രിപ്പ് ആർമേഡ്, PVC ജാക്കറ്റോട് കൂടിയ AYFI കേബിൾ. XLP ആവുമ്പോഴോ, അപ്പോൾ XLP ഇൻസുലേഷൻ, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ ഇൻസുലേറ്റർ. ഭൂഗർഭ കേബിളുകൾ, വൈദ്യുതി വിതരണത്തിനായുള്ള ഭൂഗർഭ കേബിളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ഒന്ന് അതിന്റെ വൈദ്യുതി വഹിക്കാനുള്ള കഴിവ്, പിന്നെ ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ 29-ൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അനുവദനീയമായ വോൾട്ടേജ് നഷ്ടം, ഇൻസുലേഷന്റെ തരം, ആർമറിന്റെ തരം, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മാറും. വൈദ്യുതി വഹിക്കാനുള്ള വൈദ്യുതി പ്രവാഹത്തിന്റെ അളവ്, കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ്, അനുവദനീയമായ വോൾട്ടേജ് നഷ്ടം, വോൾട്ടേജ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട എത്ര കപ്പാസിറ്റി ആയിട്ട് കണക്കാക്കുമ്പോൾ ഇൻസുലേഷന്റെ തരവും ആർമറും എന്നിവ കൂടി പരിഗണിക്കണം. IS 1285 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഇൻസുലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പവർ കേബിൾസ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 33K. ഇതാണ് കേബിളുമായി ബന്ധപ്പെട്ട ഒരു IS. ഉപയോഗിക്കുന്ന കേബിളിന്റെ, നമ്മൾ കേബിളിന്റെ കാര്യം വിശദീകരിക്കാം. അതിനൊന്ന് പറഞ്ഞിട്ട്, ഉപയോഗിക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് നിശ്ചിത ആഴത്തിലുള്ള ട്രെഞ്ചുകളാണ് നമ്മൾ കേബിളിലൂടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ കേബിൾ ഉപയോഗിക്കാൻ കാര്യം, അണ്ടർഗ്രൗണ്ട് കേബിൾ ഉപയോഗിക്കുന്ന സമയത്ത് 3.3 kV മുതൽ 11 kV വരെയുള്ള ഹൈ വോൾട്ടേജ് കേബിൾ ട്രെഞ്ചുകൾക്ക് 90 സെന്റിമീറ്റർ ആണ് ആഴം. 90 സെന്റിമീറ്റർ ഡെപ്തിലാണ് സ്ഥാപിക്കുക. 22 kV മുതൽ 31 kV വരെയുള്ള ഹൈ വോൾട്ടേജ് കേബിൾ ട്രെഞ്ചുകൾക്ക് 1.05 മീറ്റർ ആഴം ഉണ്ടാവണം. അപ്പൊ 22 മുതൽ 31 kV വരെ. ലോ ടെൻഷൻ കേബിളുകളും കൺട്രോൾ കേബിളുകളും തറനിരപ്പിൽ നിന്ന് 75 സെന്റിമീറ്റർ ആഴം ഉണ്ടായിരിക്കും. ട്രെഞ്ചിന്റെ ഡെപ്ത് 75 സെന്റിമീറ്റർ. റോഡ് ക്രോസിംഗുകളിൽ ട്രെഞ്ചിന് 1 മീറ്റർ ആഴവും ഉണ്ടായിരിക്കും. അത് നമ്മൾ സിമെന്റ്, കോൺക്രീറ്റ് പൈപ്പ് ഉപയോഗിച്ചോ, GI പൈപ്പ് ഉപയോഗിച്ചോ, ഇപ്പൊ നമ്മൾ HDPE പൈപ്പ് ഉപയോഗിച്ചിട്ടോ നമ്മൾ ക്രോസിങ്ങിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയാണ്. പവർ കേബിളുകളും കൺട്രോൾ കേബിളുകളും തമ്മിൽ 20 സെന്റിമീറ്റർ അകലവും, പവർ കേബിളുകളും കമ്മ്യൂണിക്കേഷൻ കേബിളുകളും തമ്മിൽ 30 സെന്റിമീറ്റർ അകലവും, പവർ കേബിളുകളും ഗ്യാസ് വാട്ടർ ലൈനുകൾ തമ്മിൽ 30 സെന്റിമീറ്റർ അകലവും ഉണ്ടായിരിക്കണം. അപ്പോൾ പവർ കേബിളും കൺട്രോൾ കേബിളും തമ്മിൽ 20 സെന്റിമീറ്റർ എന്നപോലെ തന്നെ മറ്റ് കേബിളുകളായിട്ട്, അല്ലെങ്കിൽ ഗ്യാസ്, കമ്മ്യൂണിക്കേഷൻ, വാട്ടർ ലൈൻ ഇവയൊക്കെ ആയിട്ട് ഒരടി അകലവും കേബിൾ ട്രെഞ്ചിലെ കേബിളിൽ ഉണ്ടായിരിക്കണം. അതിന്റെ IS 1285 6.3 എന്ന് പറയുന്ന സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് നേരത്തെ നമ്മൾ വായിച്ചത്.
ആ കേബിള് പുള്ളി ചെയ്യുന്ന രീതി, നിലത്തെ കൂടെ വലിച്ചൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ആരോ ഉണ്ട്. ആരോ അനുസരിച്ചിട്ട് കണക്കാക്കിയിട്ട് കേബിള് കൊടുക്കും. ഇതുണ്ട് കേബിൾ ഇട്ടേക്കുന്ന ഒരു രീതിയുണ്ട്. പല സ്ഥലത്ത് ഇപ്പൊ കേബിൾ ഇട്ട് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ കല്ലോ മുഴുത്ത തരികളോ ഇല്ലാത്ത സാധാരണ മണലിട്ടതിന് ശേഷം ആ മണലിന്റെ പുറത്ത് 5 സെന്റിമീറ്റർ മണൽ എന്നാണ് കണക്ക്. കേബിളിനൊരു ബെഡ്, ഒരു നല്ല മെത്ത, നല്ലൊരു കുഷ്യൻ ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ കേബിൾ, ഒരു കേബിളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കേബിളിന്റെ 2 സൈഡും 2 ഇഞ്ച് അകലത്തിലെങ്കിലും ഗ്യാപ്പ്. ആ ഗ്യാപ്പിൽ ഈ പറയുന്ന മണൽത്തരികൾ വീണ്ടും, മണൽ തരിയില്ലാത്ത മുഴുത്ത തരികളില്ലാത്ത സാധാരണ മണല്, ചരൽ എന്നൊക്കെ പറയും, ആ മണൽ നിറഞ്ഞതിന് ശേഷം വീണ്ടും 15 സെന്റിമീറ്റർ ഉയരത്തിൽ മണലിട്ട് ഇരുവശങ്ങളിലും മുകളിലും ഇഷ്ടിക ഉപയോഗിക്കണം. ഇപ്പൊ കോൺക്രീറ്റ് സ്ലാബും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഒരിക്കലും മണ്ണ് തെന്നി പോകാതിരിക്കാനും ആ ബെഡിൽ നല്ല ഒരു മെത്തയിൽ ആ കേബിൾ കിടക്കാനും പാകത്തിന് അടിയിലും മുകളിലും 2 വശങ്ങളിലും ഒക്കെ മണൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൂടാതെ അതിനുശേഷം ആ കുഴി മൂടിയതിനു ശേഷം ഓരോ 200 മീറ്ററുകളിലും വളവുകളിലെല്ലാം ആ താഴെ കൂടി കേബിൾ പോണുണ്ടെന്ന് അറിയിക്കുന്ന നമ്മള് കേബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. താഴെ കേബിൾ ഉണ്ട് എന്നുള്ള നിലയ്ക്ക് ഓരോ 200 മീറ്ററിൽ ഒന്നൊന്ന് നിലയ്ക്കും വളവുകളിൽ പ്രത്യേകിച്ചും സ്ഥാപിക്കണം. പിന്നെ ഇങ്ങനെ റാക്സ് ഇൻസൈഡ് കേബിൾ പാനൽ, കേബിൾസ് ഇൻസ്റ്റാൾഡ് ഓൺ റാക്സ് ഇൻസൈഡ് കേബിൾ പാനൽ. കേബിൾ പാനലിലുള്ള നമ്മൾ ട്രെഞ്ചിലൊക്കെ ആണ് 2 ലെവലിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാവും. PVC ഇൻസുലേറ്റഡ് ആൻഡ് PVC ഷീറ്റഡ് കൺഫേമിംഗ് ടു IS 1554. പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് ഷീറ്റഡ് പിൽക്ക് കൺഫേമിംഗ് ടു IS 692. ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലീൻ ഇൻസുലേറ്റ് XLPE insulated PVC sheeting conforming to IS 7098. Cables for applications for high voltage above 1.1 kV up to and including 11 kV supply. Supply shall be on the following. എന്നതിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ IS ആണ് പറയുന്നത്. The cables for applications for 11 kV but up to and including 33 kV supply shall be one of the following. Paper insulated lead sheathed IS 692, XLPE IS 7098. 3 കോർ 300 സ്ക്വയർ XLPE കേബിളാണ് ഈ കാണുന്നത്. അതിൽ പുറത്ത് ഒരു ജാക്കറ്റ് ഉണ്ട്, അതിനകത്ത് ഒരു ആർമർ ഉണ്ട്, അതിനകത്ത് ഒരു ഷീറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് കിട്ടാൻ, റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഫില്ലർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കേബിളിന് ചുറ്റും ഒരു മെറ്റാലിക് സ്ക്രീൻ ഉണ്ട്. മെറ്റാലിക് സ്ക്രീനകത്താണ് XLPEയുടെ അകത്ത് വീണ്ടും ഒരു കണ്ടക്ടർ സ്ക്രീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടക്ടർ നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടെ കാണാം. അതിൻ്റെ എൻഡ് ടെർമിനേഷൻ ആണ് കാണിച്ചേക്കുന്നത്. പണ്ടത്തെ രീതിയിലുള്ള കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ടെർമിനേഷൻ ആണ്, ഡാമേജ് ചെയ്ത് മാറ്റിയേക്കണം. അതുപോലെ കേബിൾ ഇൻസ്റ്റലേഷന്റെ പ്രത്യേകതയിൽ ഈ ട്രെഞ്ചിനകത്ത് അല്ലെങ്കിൽ ട്രെഞ്ചിന് പുറത്തോ കേബിൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് 11 kV കേബിൾ ആണെങ്കിൽ അതിന്റെ ഡയയുടെ 12 മടങ്ങും, 22 kV 15 മടങ്ങും, 33 kV 30 മടങ്ങും. ബെൻഡിങ് റേഡിയസ് ഫോർ L2 മീറ്റർ LT, 3 മീറ്റർ HD. അപ്പം 11 kV വരെ 12 ഡയ അതിന്റെ ഡയയുടെ 12 മടങ്ങ് വളയ്ക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ചിലയിടത്തൊക്കെ നമ്മളിങ്ങനെ വളഞ്ഞ് ചേർന്ന് ഇരുന്നിട്ട് ഈ മുകളിലേക്ക് ഭൂമിക്കടിയിൽ നിന്ന് ട്രെഞ്ചിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിനൊരു GI പൈപ്പ് കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പൈപ്പ് കൊണ്ടോ അല്ലെങ്കിൽ HD പൈപ്പ് കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിന് ഈ കേബിളിന്റെ ഭൂമിയിലേക്ക് ഉയരുന്ന സ്ഥലത്ത് നമ്മളൊരു പൈപ്പിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ലൂസായിട്ട് കിടപ്പുണ്ടാവും, ചിലപ്പം മണ്ണിന് മുകളിലായിരിക്കും ഇട്ടേക്കണേ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കേബിളിന്റെ അറ്റത്ത് അതിന്റെ ഇൻസുലേഷനൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഒരങ്ങി ആർമർ പുറത്ത് കാണാവുന്ന രീതിയിൽ ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട്. അത് അശ്രദ്ധ കൊണ്ട് പറ്റുന്നതാണ് എന്നുള്ളതാണ്. 3.5 കോറ് 300 സ്ക്വയർ XLPE LT കേബിൾ അതിന്റെ പ്രോസസ്. സിംഗിൾ കോർ 185 സ്ക്വയർ PVC LT കേബിൾ. ഈ PVC LT കേബിൾ എന്നുള്ള AYFI കേബിൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സാധാരണ ഇതിനകത്ത് ഇപ്പോൾ നേരെ PVC ഇൻസുലേറ്റർ ആണ്, ആർമറിങ് ഒന്നുമില്ല. അപ്പോൾ അലൂമിനിയം
എ, പിന്നെ PVC നമ്മൾ നേരത്തെ കണ്ടില്ലേ വൈ, അത്രയും പറയാൻ പറ്റുള്ളൂ. പിന്നെ ABC, സാധാരണ ABC, സിംപ്ലി ABC, ഏരിയൽ ബഞ്ച്ഡ് കണ്ടക്ടർ. അപ്പോൾ പോസ്റ്റൽ കോഡ് വലിക്കുന്നു. ഇൻസുലേറ്റ് ആയതിനാൽ അപകട സാധ്യത കുറവാണ്. നഗരങ്ങൾക്കും ഗ്രാമപ്രദേശങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ചെലവ് കൂടുതലാണ്. ഇവയ്ക്ക് വൈദ്യുതചാലങ്ങൾക്ക് പുറമെ ഒരു മെസ്സഞ്ചർ വയർ കൂടി ഉണ്ടാവും, മെക്കാനിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് ABCയുടെ കണ്ടക്ടറിനകത്ത് 1, 2, 3, 4. ഇപ്പം ചെറിയ കമ്പി അലൂമിനിയം കണ്ടക്ടർ ലൈറ്റ്, ഇത് ബെയർ അലൂമിനിയം അലോയ് കണ്ടക്ടർ, മെക്കാനിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടി അലൂമിനിയം കണ്ടക്ടർ പവറുണ്ട്. അപ്പോൾ അതിനകത്ത് RYB 3 ഫേസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3 റിബ് ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു റിബാണെങ്കിൽ റെഡ് ഫേസും, 2 റിബാണെങ്കിൽ യെല്ലോ ഫേസും, 3 റിബാണെങ്കിൽ ബ്ലൂ ഫേസും. ന്യൂട്രൽ കമ്പിയാണെങ്കിൽ അതിന് ചുറ്റും ചിലപ്പോൾ ഒരുപാട് റിബ് ഉണ്ടാവും. അതിന് ചുറ്റും ഇങ്ങനത്തെ റിബ് പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഓരോ വരകൾ ഉണ്ടാവും. അപ്പോൾ ഒരു വരയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്ഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ റെഡ് ഫേസും, 2 പ്രൊജക്ഷൻ ആണെങ്കിൽ യെല്ലോ ഫേസും, 3 പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അത് ബ്ലൂ ഫേസും എന്ന നിലയ്ക്ക് കാണാം. ന്യൂട്രൽ ആണെങ്കിൽ നിറയെ ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ വരുന്ന ABCക്ക് ചിലപ്പോഴും മാറിപ്പോയിട്ടുണ്ടാവും, ഫേസ് ന്യൂട്രൽ ഒക്കെ മാറിപ്പോയ കഥയുണ്ടാവും. ഫേസ് ടു ഫേസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ തുടക്കമൊക്കെ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാക്കാത്ത നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് RYB എന്നും മാർക്കിംഗ് കൃത്യമായിട്ട് ഉണ്ടാവും. കളർ കോഡ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ തിരിച്ചറിയണം. ഉണ്ടോ? ന്യൂട്രലിന് ചുറ്റും റിബ് 1, 2, 3. ABCയുടെ കോർണറാണ് വെച്ചേക്കുന്നത്. നമുക്ക് വിശദമായിട്ട് കാണാം. ABC കേബിൾ അനുബന്ധ ഉപകരണങ്ങൾ, ആങ്കർ ക്ലാമ്പ്, സസ്പെൻഷൻ ക്ലാമ്പ്, ഐ ഹുക്ക് സഹിതം, PSC പോൾ ക്ലാമ്പ് അല്ലെങ്കിൽ സ്റ്റിൽ സ്ട്രാപ്പ്, ഇൻസുലേഷൻ പിയേഴ്സിംഗ് കണക്ടർ, അതിൻ്റെ കവർ സഹിതം, പ്രീ ഇൻസുലേറ്റഡ് കണ്ടക്ടറും ലെഗ്സ്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, പിന്നെ അതിൻ്റെ കണക്ടർ. ഇത് എൻഡ് ക്ലാമ്പ്, ഇത് സസ്പെൻഷൻ ക്ലാമ്പ്, സ്റ്റീൽ സ്ട്രാപ്പ്, പിയേഴ്സിംഗ് കണക്ടർ. അപ്പൊ അതിന്റെ ഈ പല്ലുകൊണ്ട് അങ്ങോട്ട് താഴ്ന്നിരിക്കുമ്പോഴാണ് അതിന്റെ ബലം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ചെറിയ ദൂരമൊക്കെ ചിലപ്പോൾ മാറ്റി, അല്ലെങ്കിൽ പുതിയ പോസ്റ്റ്, നിലവിലുള്ള പോസ്റ്റ് മാറ്റി പുതിയ പോസ്റ്റ് വരുന്ന സമയത്ത്, ഡാമേജ് വന്ന പോസ്റ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഇതിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തുപറ്റും, നിലവിലുള്ള ആ സ്ഥലത്ത് ഒരു ഇതുപോലത്തെ ഈ പിയേഴ്സിംഗ് കണ്ടക്ടറിന്റെ ആ പല്ല് കയറിയ പാടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് സഹിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് പോസ്റ്റ് ഇടുന്ന സമയത്തും ഈ പിയേഴ്സിംഗ് കണ്ടക്ടർ ഉപയോഗിക്കുന്ന സ്ഥലത്തിന് മാറ്റം വരാൻ പാടില്ല എന്നുള്ളൊരു സംഗതി. പഴയ സ്ഥലത്തൊക്കെ പോൾ ടോപ്പ് ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പിയേഴ്സിംഗ് കണക്ടറിൽ നിന്ന് 3, 1, 4 വയറിനകത്ത് കയറി ഓരോ ക്രിമ്പ് ചെയ്ത് സർവീസ് വയർ കണക്ട് ചെയ്ത് കൊടുക്കണം. ക്രിമ്പ് ചെയ്ത് നമ്മൾ ഈ പിരിച്ചു കൊടുക്കുന്ന ഇടപാട്, ചുറ്റി വെക്കുന്ന ഇടപാട് T ജോയിന്റ് ആണ്. ചുറ്റി വെക്കുന്ന ഇടപാട് ഇതിനേക്കാളും ക്രിമ്പ് ചെയ്ത് ജോയിന്റ് തന്നെ ഉപയോഗിക്കണം. ഇതിൽ വേണ്ട കണ്ടക്ടർ ഫോർ സിംപ്ലി ABC. ഇതിൻ്റെ ആക്സറീസ് അതിൽ ഉപയോഗിക്കുന്ന 11 kV മൾട്ടി വോൾട്ട് ടെർമിനൽ. നമ്മൾ ടാപ്പിംഗ് ഒക്കെ വന്ന സമയത്ത് ഉപയോഗിക്കുന്ന 11 kV ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന T പോയിന്റ് ആണ് ഈ പറയുന്ന ABC. നമ്മളെല്ലാവരും കാരണമാണ് പൊതുവിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇതുപോലെ ബാക്കി വരുന്ന കേബിളൊക്കെ ഇങ്ങനെ ഇത്രയും ചുറ്റി ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ കേബിളുകൾക്ക് ഈ ഇൻഡക്റ്റൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഓരോ ഇൻഡക്റ്റൻസ് ഈ കേബിളുകൾക്ക് എന്നല്ല, കേബിളുകൾക്ക് സാധാരണഗതിയിൽ ഓവർഹെഡ് ലൈനിൽ ഉപയോഗിക്കുന്ന ബെയർ കണ്ടക്ടറിനേക്കാളും സ്വാഭാവികമായിട്ടും കേബിളുകൾക്ക് ഇൻഡക്റ്റൻസ് കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ ചുറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വലിച്ചിരുന്ന സമയത്ത് പിന്നീട് ഒരു ആവശ്യത്തിന് ജോയിന്റ് പോയാലും നമ്മൾ അടിയന്തരമായിട്ട് 1, 2 റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമെങ്കിലും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ഥലത്ത് തന്നെ ഇതുപോലെ റോൾ ചെയ്യാതെ മറ്റൊരു സ്ഥലത്തേക്കായിട്ടൊരു ഫുൾ റോള് എന്ന ഒരു വട്ടപൂജ്യത്തിലെ ഒരു പൂജ്യം ചുറ്റും ഒരു കോയിൽ ആകുന്ന രീതിയിൽ വെക്കാതെ വിടർന്ന കോയിലായി പോലെ വെക്കുന്നുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് കുറയ്ക്കാൻ കഴിയും. എന്തുപറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, ഒരു ചൂടുണ്ടാവും. അപ്പൊ അതിന്റെ ഇൻസുലേഷൻ
പതിയെ പതിയെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനകത്തുള്ള ആറ്റോമിക് സ്ട്രക്ചറിന് ചെറിയ വ്യതിയാനം സംഭവിച്ചു അതിലൂടെ ചെറിയൊരു ലീക്ക് കറണ്ട് വരാൻ തുടങ്ങുകയും പിന്നീട് അത് വലുതായി ഒരു കുഴപ്പത്തിലേക്ക് നീങ്ങുകയും ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് മുമ്പ് തുടക്ക സമയത്ത് കെട്ടിവെച്ചതാണ്. കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ മാറ്റുന്നതാണ്, അത് മാറ്റാതെ പോകരുത് എന്നുള്ളതാണ്. പിന്നെ കവേർഡ് കണ്ടക്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻസുലേഷനോട് കൂടിയ ഓവർഹെഡ് ലൈൻ എന്നാണ് അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ചിങ്സ് ഒക്കെ എടുക്കുന്നതൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ സുരക്ഷിതത്വം കുറച്ചുകൂടി കൂടുതലാണ്. ഇപ്പൊ ABC-യുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ABC-ക്ക് അതിന് ഭാരം കൂടുതലാണ്, വലിയ ബലം ഇതിന്റെ അത്രയും വലിയ ബലം സാധാരണ കണ്ടക്ടർ അത്രയും വലിയ ബലം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ LT ഓവർഹെഡ് ലൈൻ ബെയർ കണ്ടക്ടർ നമ്മൾ ACSR ഒക്കെ മാറ്റിയിട്ടോ അല്ലെ AC മാറ്റിയിട്ടോ ABC-യിലേക്ക് പോണ സമയത്ത് ഒരുപാട് സപ്പോർട്ട്സ് ഉപയോഗിക്കേണ്ടി വരും. പോളുകൾ ഒരുപാട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവ് അതിനേക്കാളും കൂടും. അപ്പൊ അത് നോക്കുമ്പോൾ ഈ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്റഡ് കവേർഡ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടറാണ് എന്ന് വിചാരിച്ചിട്ട് കേബിളിന്റെ ആ ഇൻസുലേഷൻ കപ്പാസിറ്റി ഒന്നും അതിനില്ല എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതേ ഓവർഹെഡ് ലൈനിന്റെ അകലത്തിൽ കൂടെ തന്നെയാണ് ഇതും പോകുന്നത്. ഒരു പക്ഷേ നമുക്ക് എളുപ്പം ഈ ടച്ചിങ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഓവർഹെഡ് ലൈനുകളെക്കാളും ഏറെ സുരക്ഷിതം തന്നെയാണ്, ചെലവ് കൂടുതലുമാണ്. ഓവർഹെഡ് ലൈനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേബിളിന് കൃത്യമായ ഇൻസുലേഷനോട് സപ്പോർട്ട് ഇൻസുലേഷൻ ഇല്ലാതെ വലിക്കാം. പക്ഷേ കവേർഡ് കണ്ടക്ടറുകൾക്ക് മതിയായ ഇൻസുലേഷൻ ഇല്ലാത്തതുകൊണ്ട് അവ സപ്പോർട്ട് ഇൻസുലേറ്ററുകളിലാണ് വലിക്കുന്നത്. കവേർഡ് കണ്ടക്ടർ ഫോൾട്ടുകളും അപകടങ്ങളും ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ കേബിള് വലിച്ചുകൊണ്ട് പോകുമ്പം ഈ പറയുന്ന സ്റ്റീൽ സസ്പെൻഷൻ ക്ലാമ്പിൽ തൂക്കിയിട്ടൊക്കെ കൊണ്ടുപോകുമെങ്കിലും ഇതങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിൻ ഇൻസുലേറ്ററും ഡിസ്കും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അല്ല സ്റ്റേ വലിച്ചേക്കുന്നുണ്ട്. സ്റ്റേ എപ്പോഴും അതിന് തൊട്ട് താഴെയാണ്. ആ സ്റ്റേയിൽ തന്നെയാണ് ഈ പറയുന്ന സ്റ്റേ ടൈറ്റനർ ഉപയോഗിച്ചേക്കുന്നത്. ടോപ്പിലാണ് എപ്പോഴും സ്റ്റേ ടൈറ്റനർ ഉപയോഗിക്കുന്നത്, ഏറ്റവും ടോപ്പിലാണ്. അതിന്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, ഫോൾട്ടുകളും അപകടങ്ങളും കുറയ്ക്കണം. ഇനി അടുത്തത് വൈദ്യുത കേബിൾ. സാധാരണ കേബിളുകൾ ഇത് PVC ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു കമ്പിയാണ്. ഈ ചെമ്പ് കമ്പിയെ ഓരോന്നും ടിൻ ചെയ്തിട്ടുണ്ട്. ഈ കേബിളിന് അടിസ്ഥാനപരമായി 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് കണ്ടക്ടർ ചാലകം, 2 ഇൻസുലേഷൻ അതിന്റെ പ്രതിരോധത്തിന് ആവശ്യമായ രീതിയിലുള്ള പ്രതിരോധം, നിർവചിക്കപ്പെട്ടുള്ള പ്രതിരോധം ലഭിക്കത്തരത്തിലുള്ള ഇൻസുലേഷൻ, ഉപയോഗത്തിനനുസരിച്ചുള്ള സംരക്ഷണ കവചം, ആർമറിങ് ഉണ്ടാവാം, അതിന് പുറത്തുള്ള പ്രൊട്ടക്ഷൻ. അപ്പോൾ കണ്ടക്ടർ ഉണ്ടാവും, ഇൻസുലേഷൻ ഉണ്ടാവും, പിന്നെ അതിനുള്ള സംരക്ഷണ കവചം ഉണ്ടാവും, പ്രൊഫഷണൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണ്ടി ഉണ്ടാവാം, പിന്നെ ഇൻസുലേഷൻ വേണ്ടിയിട്ടും ഉണ്ടാവും. വൈദ്യുതി പ്രവഹിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കണ്ടക്ടർ എന്ന് പറയുന്നത്. കോപ്പർ ചെമ്പ് നമ്മൾ ആദ്യം പറഞ്ഞത്. കോപ്പർ കമ്പിക്ക് അലൂമിനിയം കമ്പിയേക്കാൾ ഉയർന്ന ചാലകശേഷിയാണ് ഉള്ളത്, 1.6 ഇരട്ടി. അതുകൊണ്ട് അലൂമിനിയം കമ്പിയേക്കാൾ വ്യാസം കുറച്ചു മതി. ക്രോസ് സെക്ഷണൽ ഏരിയ കുറവാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ചു മതി. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയത്തിന്റെ 13 അലൂമിനിയം കണ്ടക്ടറിന്റെ അലൂമിനിയം ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തില് 13 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതേസമയം ചെമ്പ് കമ്പിക്ക് 29 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ചെമ്പ് കമ്പിയിലെ ഒരു ചെമ്പ് ആറ്റത്തില് 29 ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ അത് സിൽവറിനാണെങ്കിൽ 47 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സിൽവറിന് ഇതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും എന്നാലോചിച്ച് നോക്കാം. അലൂമിനിയത്തേക്കാൾ 1.6 മടങ്ങ് കൂടുതലാണ് കോപ്പറിന്. അതുപോലെ അതിനേക്കാളും വളരെ ഉയരത്തിലാണ് 47 ഇലക്ട്രോണുള്ള സിൽവർ. അപ്പൊ അതുകൊണ്ടാണ് ഈ കോണ്ടാക്റ്റുകളിലൊക്കെ എളുപ്പം മുട്ടി ഉരുമ്മി അല്ലെങ്കിൽ പെട്ടെന്ന് ഓൺ ഓഫ് ഒക്കെ ആവുന്ന, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ AB സ്വിച്ചിലാണെന്നുണ്ടെങ്കിൽ AB സ്വിച്ചിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടാക്റ്റുകളുടെ ഏറ്റവും പുറത്തായിട്ട്, അതായത് അതിലെ ബ്രാസിന് അല്ലെങ്കിൽ കോപ്പറിന് ഏറ്റവും പുറത്തായിട്ട്
2.5 മൈക്രോൺ കനത്തിൽ സിൽവർ പൂശിയിട്ടുണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ ആ കോണ്ടാക്ട് ഒന്ന് ചേരുകയും വിടരുകയും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇലക്ട്രോണുകൾക്ക് വരികയും പോവുകയും ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു കുപ്പിക്കഴുത്ത് അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ പാലത്തിലൂടെ ഇലക്ട്രോണുകൾക്ക് കയറേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വീതി കൂടിയ ജോയിന്റുകളെല്ലാം വളരെ വീതി കൂടിയ പാലമായി മാറുന്നു. അതുകൊണ്ടാണ് ഈ സ്വിച്ച് നമ്മുടെ സാധാരണ 5 ആംപിയർ വീടുകളിലെ സ്വിച്ചുകളിലും മുതൽ AB സ്വിച്ചുകളിലും ഒക്കെ ആ കോണ്ടാക്റ്റുകളിൽ സിൽവർ ആണ് ഏറ്റവും, സിൽവറും തമ്മിലാണ് ചേരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോണ്ടാക്ട് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ കഴിയും. അപ്പൊ അതുവഴി ചൂട് കുറയ്ക്കാൻ കഴിയും, അവിടെ ഉണ്ടാവുന്ന കത്തല് ഫ്ലാഷിംഗ് ഒക്കെ കുറയ്ക്കാൻ കഴിയും, പിന്നെ വൈദ്യുതവാഹക ശേഷി കൂടാൻ കഴിയും. അലൂമിനിയം കമ്പിക്ക് കോപ്പർ കമ്പിയുടെ 1/3 ഭാഗം മാത്രമേ ഭാരമുള്ളൂ. അലൂമിനിയത്തിന് അതാണ് ഒരു പ്രത്യേകത, കോപ്പറിനേക്കാളും ഭാരം കുറവാണ്. അലൂമിനിയം കമ്പിക്ക് ഭാരം കുറവായിരിക്കും, അലൂമിനിയം കമ്പിക്ക് വിലയും കുറവാണ്. ചാലകത്തെ പൊതിഞ്ഞിരിക്കുന്ന വൈദ്യുതി കടത്തിവിടാത്ത ഭാഗത്തെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. PVC, VIR, XLPE മുതലായ ഇൻസുലേഷനാണ് ഉപയോഗിക്കുന്നത്. PVC പോളി വിനൈൽ ക്ലോറൈഡ്, നമ്മൾ ആദ്യം പറഞ്ഞാണ് പോളി വിനൈൽ ക്ലോറൈഡ്. പിന്നെ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ, EPR എത്തിലിൻ പ്രൊപ്പലിൻ റബ്ബർ, XLPE ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തിലിൻ ഇംപ്രിഗ്നേറ്റഡ് പേപ്പർ എന്നിവ കേബിളുകൾ ഇൻസുലേഷനായി ഉപയോഗിക്കുന്നു. സംരക്ഷണ ഭൂഗർഭ കേബിളുകൾക്ക് സംരക്ഷണ കവചമായി GI വയറുകളും GI നാടകൾ സ്ട്രിപ്പുകളും ലീഡ് നാടകൾ എന്നിവ ഉപയോഗിക്കുന്നു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമ്മൾ FA എന്ന് പറയുന്ന സമയത്ത് ഈ FA എന്നൊക്കെ പറയുന്ന ഭാഗം ഇൻസുലേഷന്റെ അടിസ്ഥാനത്തിൽ കേബിളിനെ തരംതിരിക്കാം, കോറുകളുടെ അടിസ്ഥാനത്തിൽ കേബിളിനെ തരംതിരിക്കാം, ഉപയോഗിക്കുന്ന വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ കേബിളിനെ തരംതിരിക്കാം, ചാലകത്തിന്റെ അടിസ്ഥാനത്തിൽ കേബിളിനെ തരംതിരിക്കാം, ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേബിളിനെ തരംതിരിക്കാം. ഇൻസുലേഷന്റെ അടിസ്ഥാനത്തിൽ, കോറുകളുടെ അടിസ്ഥാനത്തിൽ, വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ, പിന്നെ കണ്ടക്ടറിന്റെ അടിസ്ഥാനത്തിൽ എവിടെ ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്ക്. ഇൻസുലേഷന്റെ അടിസ്ഥാനത്തിൽ VIR കേബിൾ, CTS കേബിൾ, PVC കേബിൾ, XLPE കേബിൾ എന്നൊക്കെ പറഞ്ഞു ഇൻസുലേഷന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ആണ് അതിനകത്ത് ഇൻസുലേഷൻ, CTS കേബിളാണ്, PVC കേബിളാണ്, XLPE കേബിളാണ്. കോറുകളുടെ അടിസ്ഥാനത്തിൽ 2 കോർ, 3 കോർ, 3.5 കോർ, 4 കോർ. അതിൽ ഈ 4 കോർ എന്ന് പറയുന്നത് ഈ 3.5 കോർ തന്നെയാണ്. ഈ 4 കോർ എന്ന് പറയുമ്പോൾ 25 സ്ക്വയറിന് താഴെയുള്ളതിനൊക്കെ 4 കോർ കേബിൾ ആയിരിക്കുമെങ്കിലും 25 ഇപ്പൊ 3 ഫേസിൽ 3 ഫേസും ന്യൂട്രലും എന്ന നിലയ്ക്ക് സാധാരണഗതിയിൽ ഉയർന്ന വലിപ്പമുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ 3 ഫേസിലൊരു മോട്ടറിനേക്കൊക്കെ കേബിൾ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 3 കോർ കേബിൾ ആയിരിക്കും ഉപയോഗിക്കുക. ഒരേ ലോഡുള്ള ഒരു സ്ഥലത്തേക്കാണ് വൈദ്യുതി ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂട്രലിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന കറണ്ട് തീരെ കുറവായിരിക്കുള്ളൂ. വെക്ടർ സം ഏതാണ്ട് 0 ആണ്. പക്ഷെ അൺബാലൻസിങ് വരുന്നതനുസരിച്ച് മാത്രമേ ന്യൂട്രൽ കണ്ടക്ടറിൽ കറണ്ട് വരുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഫേസ് കമ്പിയേക്കാൾ പകുതിയോടടുത്ത് വൈദ്യുതിയെ കറണ്ട് ന്യൂട്രൽ കമ്പിയിലൂടെ ഒഴുകുള്ളൂ എന്നുള്ളതുകൊണ്ട് 3+1/2 ഒന്നിന്റെ പകുതി ഇവിടെ കൂട്ടി ന്യൂട്രൽ, അങ്ങനെ 3.5 കോർ, 2 കോർ, 3 കോർ, 3.5 കോർ, 4 കോർ. വോൾട്ടേജ് ഉപയോഗിക്കുന്ന വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ LT കേബിൾ എന്ന് പറയാം, HT കേബിൾ എന്ന് പറയാം, EHT കേബിൾ എന്ന് പറയാം. ചാലകത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോപ്പർ കേബിൾ, അലൂമിനിയം കേബിൾ, സോൾഡ് കോപ്പർ കേബിൾ, സ്റ്റാൻഡേർഡ് കോപ്പർ കേബിൾ, അലൂമിനിയം സോൾഡ് കേബിൾ, അലൂമിനിയം സ്റ്റാൻഡേർഡ് കേബിൾ. ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സിബിൾ കേബിൾ, വെതർ പ്രൂഫ് കേബിൾ, നമ്മൾ WPA കൊടുക്കുന്ന വെതർ പ്രൂഫ് കേബിൾ. അപ്പൊ അതിനകത്ത് 2 തരത്തിലുള്ള ഇൻസുലേഷൻ ഉണ്ടാവും. ഒന്ന് ഈ കണ്ടക്ടറിനെ പൊതിഞ്ഞൊരു ഇൻസുലേഷനും പിന്നെ 2 പൊതിഞ്ഞ ഇൻസുലേറ്റഡ് കണ്ടക്ടറുകൾ 2 ചേർത്ത് വെച്ചിട്ട് ട്വിൻ കോർ, 2 കൂടെ ചേർന്ന ഒരു കോർ. അപ്പൊ 2 തരത്തിൽ ഇൻസുലേഷൻ ഉണ്ടാവും. അകത്തൊരു ഇൻസുലേഷൻ ഉണ്ടാവും, പുറത്തും മൊത്തത്തിലൊരു ഇൻസുലേഷൻ ഉണ്ടാവും. പിന്നെ ഭൂഗർഭ കേബിൾ, AB കേബിൾ, ഏരിയൽ ബഞ്ചഡ് കേബിൾ, കവേർഡ് കണ്ടക്ടർ. ഇപ്പൊ ഒരു കണ്ടക്ടറും കൂടെ വരുന്നുണ്ട്. നമ്മള് ഓവർഹെഡ് ലൈനുകൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ റാക്കോണും റാബിറ്റിനെയും പൊതിഞ്ഞ് ഒരു ഇൻസുലേഷൻ, ഒരു XLPE ഇൻസുലേഷൻ മാത്രം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇൻസുലേറ്റഡ് കണ്ടക്ടർ, ഇൻസുലേറ്റഡ് ഓവർഹെഡ് കണ്ടക്ടർ. കവേർഡ് കണ്ടക്ടറിനേക്കാളും ഒരു ചെലവ് ഒന്നും കൂടെ കുറയ്ക്കാൻ കണക്കാക്കി. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഓവർഹെഡ് ലൈനിന്റെ എല്ലാവിധ സംവിധാനങ്ങളും ടച്ചിങ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും സ്വാഭാവികമായിട്ടും ഇന്ററപ്ഷൻ വളരെ കുറയ്ക്കാൻ കഴിയും. തരത്തിലേക്ക് പോകുമ്പോൾ കേബിളുകളിലേക്ക് പോകും. കേബിൾ ഞാൻ ഒന്ന് പറഞ്ഞത് LT കേബിളിലാണെങ്കിൽ 3/4 മീറ്ററും 33 kV വരെയുള്ളതിന് 0.9ഉം
3.3 മുതൽ 11 kV വരെ, അല്ലെങ്കിൽ 0.9, 11 kV മുതൽ 22 kV വരെ 1.05 മീറ്റർ, റോഡ് ക്രോസിങ്ങിന് 1 മീറ്റർ. റെയിൽവേ ട്രാക്കിന് താഴെ കേബിൾ വലിക്കുമ്പോൾ HDPE ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ സംരക്ഷണ കവചം ഉപയോഗിക്കുന്നു. പിന്നെ ഈ പറയുന്ന കേബിളിൽ നിന്ന് ട്രെഞ്ചിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന സ്ഥലങ്ങളിൽ ഉപരിതലത്തിന് താഴെയും ഉപരിതലത്തിന് മുകളിലുമായി, ഗ്രൗണ്ട് ലെവലിന് താഴെയും ഗ്രൗണ്ട് ലെവലിന് മുകളിലുമായി വരത്തക്ക വിധത്തിൽ നമ്മൾ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച പൈപ്പോ അല്ലെങ്കിൽ GI പൈപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ HD പൈപ്പോ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അഗ്രഭാഗങ്ങൾ, കേബിളും ഈ പറയുന്ന മെക്കാനിക്കൽ സ്ട്രെങ്തിന് വേണ്ടി കൊടുക്കുന്ന ഈ പൈപ്പിന്റെയും അഗ്രഭാഗങ്ങൾ സീൽ ചെയ്ത് വെക്കണം. എന്നിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാനും അത് തെന്നിപ്പോകാതിരിക്കാനും സീൽഡ് ആയിരിക്കണം. അപ്പൊ ഭംഗിയായി ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ആ അറ്റം ചുമ്മാ കോയിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ കൊടുത്തു എന്ന നിലയ്ക്കല്ല പറഞ്ഞ് ആ ഭാഗങ്ങൾ ചെയ്യണം. റോഡ് ക്രോസിംഗ് പാലങ്ങൾ എന്നിവിടങ്ങളിൽ HD പൈപ്പ് GI പൈപ്പ് ഉപയോഗിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്, സിമെന്റ് എന്നിവയിൽ നിർമ്മിച്ച പൈപ്പുകൾ സംരക്ഷണ കവചമായി ഉപയോഗിക്കുന്നു. 200 മീറ്ററിൽ കവിയാത്ത ഇടവേളകളിലും വളവുകളിലും കേബിൾ റൂട്ട് മാർക്കുകൾ ഉപയോഗിക്കണം. കേബിളുകൾക്ക് മുകളിൽ പവർ കേബിൾ അല്ലെങ്കിൽ ബൈ ദ ഓണർ മാർക്ക് ചെയ്ത് ഇഷ്ടികയോ RCC സ്ലാബോ സംരക്ഷണ കവചമായി സ്ഥാപിക്കണം. കേബിളുകൾ തമ്മിലുള്ള അകലം പവർ കേബിൾ 0.2 മീറ്റർ, പവർ കേബിൾ ടു വാർത്താവിനിമയ കേബിൾ 0.3 മീറ്റർ. LT XLP കേബിൾ അതിന്റെ വ്യാസത്തിന്റെ 12 മടങ്ങിൽ താഴെ വളയ്ക്കാൻ പാടില്ല. HT XLP കേബിൾ ആണെങ്കിൽ 15 മടങ്ങ്. അപ്പോൾ അതിന്റെ കേബിളിന്റെ വ്യാസത്തിന്റെ 12D, 15D, 12D LTക്കും 15D HTക്കും. കേബിൾ നിർമ്മാണം അതിന് ആ കേബിളിന്റെ പ്രത്യേകത, ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഒരു പ്രത്യേകത. 3 കോർ കേബിളാണ്. ആ കേബിളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ചെറിയ വിവരണം അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ 2 തരത്തിലുള്ള കേബിളിൽ ഇപ്പോൾ ഇത് റൗണ്ട് കണ്ടക്ടറാണ്. ഒന്നിനകത്ത് സെഗ്മെന്റ് ടൈപ്പ് കണ്ടക്ടർ എന്ന് പറയും. രണ്ടും പ്രത്യേകതയുണ്ട്. ഒന്ന് ഈ പറയുന്ന നല്ല ഒരു സ്പേസ് ഫാക്ടർ കിട്ടാനായിട്ട്. അപ്പോൾ കേബിൾ ചേർന്നിരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് അത് റൗണ്ട് ഫിഗർ ആക്കുന്നത്. ഈ സെഗ്മെന്റ് ടൈപ്പിന് എന്താ പ്രത്യേകത? അത് നല്ലൊരു ഷേപ്പ് ഉള്ളതുകൊണ്ട് 72 ഡിഗ്രി ഉള്ള ചരിവിലുള്ള 4 സെഗ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഈ 4 കോറാണ് ഈ കേബിൾ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മികച്ച സ്പേസ് ഫാക്ടർ ഉണ്ട്. ഫില്ലറിന്റെ ആവശ്യം വളരെ കുറവാണ്. നടുക്കോ അറ്റത്തോ മാത്രമേ വരുന്നുള്ളൂ. നല്ല സ്പേസ് ഫാക്ടർ കിട്ടുന്നുള്ളൂ. നമുക്ക് ഓരോന്നും കാണാം. ഈ G കേബിൾ ഒന്ന് കണ്ടക്ടർ, അതിന് തൊട്ട് താഴെ കണ്ടക്ടർ സ്ക്രീൻ. കണ്ടക്ടർ അതിന് തൊട്ട് താഴെ ഇങ്ങനെ കാണാം, ചെറുങ്ങനെ കാണാം. 1 mm കനത്തിൽ ഒരു കണ്ടക്ടർ സ്ക്രീൻ ഉണ്ടാവും. അതിന് പുറത്ത് ഒരു XLP ഇൻസുലേഷൻ, ഈ കാണുന്ന വെളുത്തത്. അതിന് പുറത്ത് വീണ്ടും ഇൻസുലേഷൻ സ്ക്രീൻ. സാറ് വീഡിയോ കാണുന്നത്? സൗണ്ട് ഇല്ലേ? സാറ് വീഡിയോ ആണുള്ളത് കാണുന്നത്, മെയിൻ വീഡിയോ. അയ്യോ, ഇപ്പൊ പറ്റിയാണോ? അല്ല കറക്റ്റ്. ഓക്കെ, ഇപ്പൊ ഈ കേബിളിന്റെ സ്ക്രീൻ കാണാനല്ലേ? ഈ പ്രസന്റേഷൻ കാണാലോ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ. കണ്ടക്ടർ ഒന്നുകൂടെ പറയാം. ആദ്യം ഒരു കണ്ടക്ടർ അലൂമിനിയം ആവാം, കോപ്പർ ആവാം. ഇപ്പൊ അലൂമിനിയം കണ്ടക്ടറാണ്. കണ്ടക്ടറിന് തൊട്ട് പുറത്ത് അതിനുള്ള ഓരോ ഇഴകൾക്കിടയിലുള്ള ഗ്യാപ്പും ഫില്ല് ചെയ്ത്. അപ്പൊ നമ്മൾ ഒരു കേബിള് മുറിച്ചിട്ട് ആ കണ്ടക്ടർ മൊത്തം ഇൻസുലേഷൻ കഴിഞ്ഞാൽ ഏറ്റവും പുറത്തെ കേബിളിന്റെ പുറത്തുള്ള കണ്ടക്ടർ കഴിഞ്ഞാൽ അതിന്റെ പൊഴി കാണും. ഈ കേബിളിന്റെ ചുറ്റുമുള്ള ഈ പൊഴികൾ ഉൾപ്പെടെ ഒരു സ്ക്രീൻ കാണാം. അതായത് നമ്മള് കണ്ടക്ടർ സ്ക്രീൻ എന്താണ് നമ്മൾ വഴിയെ പറയാം. ആ കണ്ടക്ടർ സ്ക്രീനിന്റെ പുറത്ത് നമ്മൾ ഇൻസുലേഷൻ XLP ആണ്, ക്രോസ് ലിങ്ക് പോളിയത്തിൽ ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നു. ആ ഇൻസുലേഷന്റെ പുറത്ത് വീണ്ടും ഒരു ഇൻസുലേഷൻ സ്ക്രീൻ, സെയിം തന്നെയാണ് ഇൻസുലേഷൻ സ്ക്രീൻ കൊടുത്തത്. ആ ഇൻസുലേഷൻ സ്ക്രീനിന്റെ പുറത്ത് ഒരു കണ്ടക്ടർ സ്ക്രീൻ, എന്താ പറയാ, ഒരു കോപ്പർ ടേപ്പ് സ്ക്രീൻ, ഈ കാണുന്ന കോപ്പർ ടേപ്പ് സ്ക്രീൻ ഉണ്ടാവും. അതിന് പുറത്ത് അതുകൂടാതെ ഈ ഗ്യാപ്പിലൊക്കെ അതിന്റെ ഫില്ലർ ഉപയോഗിക്കും. ആ റൗണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഫില്ലർ, 3 കേബിൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഈ ഫില്ലർ ഉപയോഗിക്കുന്നത്. സിംഗിൾ കോറിലേക്ക് വരുന്നില്ല, ഫില്ലർ ഉപയോഗിക്കും. ആ ഫില്ലർ കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഇന്നർ ഷീറ്റ് കഴിഞ്ഞിട്ട് സ്റ്റീൽ വയർ ആർമർ. സ്റ്റീൽ റൗണ്ട് ആർമർ ആവാം, ഫ്ലാറ്റ് ആർമർ ആവാം, പിന്നെ ഓവർ ഷീറ്റ്. ഇങ്ങനെയാണ്
ഘടകങ്ങൾ കണ്ടക്ടർ, പിന്നെ കണ്ടക്ടർ സ്ക്രീൻ, പിന്നെ XLPE, പിന്നെ ഇൻസുലേഷൻ സ്ക്രീൻ, അതിന്റെ പുറത്ത് കണ്ടക്ടർ ടേപ്പ്, പിന്നെ ഇടയ്ക്ക് ഫില്ലറ്, പിന്നെ ഒരു ഇന്നർ ജാക്കറ്റ്, ഇന്നർ ഷീറ്റ് അഥവാ ഇന്നർ ജാക്കറ്റ്, നമ്മൾ ബനിയനൊക്കെ ഇടുന്ന പോലെ ഇന്നർ ജാക്കറ്റ്. അതിന് പുറത്ത് ഒരു മെക്കാനിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടുള്ള, മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റൗണ്ട് ആർമറോ ഫ്ലാറ്റ് ആർമറോ, അതിന് പുറത്ത് ഒരു ഓവർ ജാക്കറ്റ്. അതാണ് കേബിൾ. കണ്ടക്ടർ LV, MV, HT കേബിളുകൾക്ക്, കണ്ടക്ടർ സ്ക്രീൻ MV, HT കേബിളുകൾക്കായി, ഫില്ലർ, ബൈൻഡിങ് ടേപ്പുകൾ LV, MV, HT കേബിളുകൾക്കുണ്ട്, ഇൻസുലേഷൻ LV, MV, HT കേബിളുകൾക്ക്, ഇൻസുലേഷൻ സ്ക്രീൻ MV, HT കേബിളുകൾക്ക്, പിന്നെ സെപ്പറേഷൻ ടേപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചില കേബിളുകൾക്ക് കാണാം, പിന്നെ ബെഡ്ജിങ് ഇന്നർ ഷീറ്റ്, പിന്നെ മെറ്റാലിക് സ്ക്രീൻ, പിന്നെ ഒരു കവചം, അകം കവചം, പുറം കവചം, ബ്ലാക്ക് വാട്ടർ ബ്ലോക്കിംഗ് ടേപ്പുകൾ, ഇൻസുലേഷൻ ടേപ്പുകൾ, ഓപ്ഷൻ. ഇത്രയും സാധനങ്ങൾ അതിന്റെ 12ഓളം വരുന്ന ഐറ്റംസ് ഒരു കേബിളിൽ കാണാൻ പറ്റും. കണ്ടക്ടർ, കണ്ടക്ടർ സ്ക്രീൻ, ഫില്ലർ, ബൈൻഡിങ് ടേപ്പുകൾ, ഇൻസുലേഷൻ, ഇൻസുലേഷൻ സ്ക്രീൻ, സെപ്പറേഷൻ സ്ക്രീൻ, ബെഡിങ്, മെറ്റാലിക് സ്ക്രീൻ, കവചം, പുറം കവചം, ഇന്നർ ഔട്ടർ കവചങ്ങൾ, പിന്നെ വാട്ടർ ബ്ലോക്കിംഗ് ടേപ്പുകൾ, ഇൻസുലേഷൻ ടേപ്പുകൾ. ഇത്രയും 12 ഐറ്റം കാണും. സാധാരണ സ്റ്റാൻഡ് ആയിട്ടുള്ള ചെമ്പ് അല്ലെങ്കിൽ അലൂമിനിയം ഉപയോഗിക്കുന്നു. ചെമ്പ് വളരെ സാന്ദ്രത കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്, ഭാരം കൂടിയാണ്. പക്ഷെ അലൂമിനിയത്തെക്കാൾ മികച്ച ചാലകമാണ്. വൈദ്യുതശേഷി പലവട്ടം റിപ്പീറ്റ് ചെയ്താണ് 1.6 മടങ്ങ് ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലാണ്. പക്ഷെ ഭാരം പകുതിയാണ്. കേബിളിന്റെ കോറുകളിൽ ഒന്നായ കോപ്പർ അലൂമിനിയം കണ്ടക്ടറിന്റെ വലിപ്പം ചതുരശ്ര മില്ലിമീറ്റർ പ്രവർത്തിക്കുന്നു. കേബിളിന്റെ കോറുകളിൽ ഒന്നായ കോപ്പർ അല്ലെങ്കിൽ അലൂമിനിയം, പിന്നെ കണ്ടക്ടറിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു, അതാണ് നമ്മൾ സ്ക്വയർ എംഎമ്മിൽ പറയുന്നത്. വൃത്താകൃതിയിലുള്ള കണ്ടക്ടർ ഉണ്ട്. വൃത്താകൃതിയിൽ ഉള്ളതാക്കാൻ ഒറ്റപ്പെട്ട വയറുകളുടെ ഒന്നിലധികം പാളികൾ ഒരുമിച്ച് പിരിച്ചു ചേർക്കുന്നു. വൃത്താകൃതിയാക്കാൻ ഒറ്റപ്പെട്ട കമ്പികളുടെ ഒന്നിലധികം പാളികൾ ഒരുമിച്ച് ചേർക്കുന്നു. ഒരു വൃത്താകൃതിയിലുള്ള കണ്ടക്ടർ എടുക്കുന്നതിന് സ്റ്റാൻഡുകൾ രണ്ടും ഒരു പ്രത്യേക രീതിയിൽ പിന്തുടരുന്നു. ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 3 കമ്പി ആയിരിക്കാം, 7 സ്റ്റാൻഡ് ആയിരിക്കാം, 19 സ്റ്റാൻഡ്, 37 സ്റ്റാൻഡ്, 61 സ്റ്റാൻഡ്, 127 എന്നിങ്ങനെ. മുഴുവൻ കണ്ടക്ടറുടെയും ക്രോസ് സെക്ഷണൽ വിസ്തീർണം എന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ എന്നത് ഓരോ സ്റ്റാൻഡിന്റെയും വ്യാസം കണക്കാക്കി നമുക്ക് എടുക്കാം. സെഗ്മെന്റ് കണ്ടക്ടർ. സെഗ്മെന്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ഇതിൽ കാണുന്ന ഈ സെഗ്മെന്റ് കണ്ടക്ടർ, സെഗ്മെന്റ് കണ്ടക്ടർ. മറ്റേ റൗണ്ട് കണ്ടക്ടർ 7 എന്ന നിലയ്ക്ക് വരുന്ന 7, 3, 7, 19, 37, 61, 127 എന്ന നിലയ്ക്ക് എണ്ണം ഉണ്ടാവും. സെഗ്മെന്റ് കണ്ടക്ടറിൽ വരുമ്പോൾ AC കണ്ടക്ടർ പ്രതിരോധം കുറക്കുന്ന ചർമ്മ പ്രഭാവം, സ്കിൻ എഫക്ട് കുറക്കുന്നതിന് 72 ഡിഗ്രി ത്രികോണാകൃതിയിലുള്ള കോമ്പാക്ട് കണ്ടക്ടറിന്റെ 5 സെഗ്മെന്റുകൾ ഒരുമിച്ച് ലോഹമല്ലാത്ത ടേപ്പുകൾ കൊണ്ട് വേർതിരിക്കുന്നു. ഈ കേബിളുകൾ മികച്ച സ്പേസ് ഫാക്ടർ നേടുകയും കേബിളിന്റെ മൊത്തത്തിലുള്ള വ്യാസം കുറയ്ക്കുകയും ചെയ്യുന്നു. ഫേസുകൾക്കിടയിൽ ദൂരം കുറവുന്നതിനാൽ കേബിളിന്റെ ഇൻഡക്റ്റൻസും കുറയുന്നു. സെഗ്മെന്റ് കണ്ടക്ടർ സാധാരണയായി 1000 സ്ക്വയർ എംഎമ്മിൽ അതിൽ കൂടുതലുള്ളത് ലഭ്യമാണ്. പിന്നെ അടുത്തത് കണ്ടക്ടർ സ്ക്രീൻ. കണ്ടക്ടർ സ്ക്രീൻ മെറ്റീരിയൽ എക്സ്ട്രൂഡഡ് തെർമോസെറ്റ് സെമി കണ്ടക്ടിങ് കോമ്പൗണ്ട്, കാർബൺ പേപ്പർ അല്ലെങ്കിൽ കാർബൺ ലോഡഡ് പോളിമർ. 6 മുതൽ 30 kV വരെ ഉപയോഗിക്കുന്നു, 30 kV ഉപയോഗിക്കുന്നു. പർപ്പസ് കൺട്രോൾ ഇലക്ട്രിക് ഫീൽഡ്. കണ്ടക്ടർ സ്ക്രീൻ ഈസ് കൺട്രോൾ ദ ഇലക്ട്രിക് ഫീൽഡ് within the insulation and thus the same voltage gradient across it. It also avoid any interaction of the electric circuit due to voltage on different phase conductors within the same cable. Reduce voltage stress. Conductors can help to reduce voltage so that the interface between the conducting and insulation component. ഒരുപാട് സാധനം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രധാനമായ സംഗതി ഈ പടത്തിൽ നമുക്ക് കാണാം. ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് പടത്തിലേക്ക് പോവാം. The screen consists of a lapped copper tape or metallic foil, usually less than 1 mm thickness, which is the interface between conductor and the insulation. കണ്ടക്ടറിനും ഇൻസുലേഷനും ഇടയ്ക്ക്. അതായത് നമ്മൾ ആദ്യം ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ പൊഴികൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന രീതിയിൽ പൊഴിയും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് അതിന് ചുറ്റും പരമാവധി പൊഴി ഇല്ലാത്ത സ്ഥലത്ത്, അതിന്റെ ഗ്രൂവ് ഇല്ലാത്ത സ്ഥലത്ത് 1 mm തിക്നെസ് ഉള്ള എന്തായാലും ഒരു കണ്ടക്ടർ സ്ക്രീൻ. ആ കണ്ടക്ടർ സ്ക്രീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടക്ടറിനെ കൂടെ പോകുന്ന കറണ്ടിന്റെ ബലത്തെ, അതിന്റെ സ്ട്രെസ്സിനെ ഒരു കാരണവശാലും പുറത്തുള്ള ഇൻസുലേഷനെ ബാധിക്കാത്ത രീതിയിൽ തടഞ്ഞു വെക്കുന്നു.
ആ കണ്ടക്ടർ സ്ക്രീനിന്റെ പ്രത്യേകത എന്താണ്? കണ്ടക്ടറിന്റെ സ്ക്രീനിന് കണ്ടക്ടറിന് ചുറ്റുമുള്ള, ഇപ്പൊ നമ്മൾ ഈ XLP ഇൻസുലേഷൻ കളഞ്ഞാലും ഒരു സെമി കണ്ടക്ടർ ആയിട്ടുള്ള ഈ പറയുന്ന ഒരു സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീൻ ശരിയായ രീതിയിൽ വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം കണക്ഷൻ കൊടുക്കാൻ. അതിന്റെ അഗ്രഭാഗങ്ങളിൽ ഒരു നാരോ തരി പോലും ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ അകത്തിരിക്കുന്ന വോൾട്ടേജിനെ ഒരു കാരണവശാലും പുറത്തേക്ക് വരാതിരിക്കാൻ മികച്ച ഒരു കവചമായി. അപ്പോൾ വോൾട്ടേജ് സ്ട്രെസ് പരമാവധി ഇല്ലാതാക്കാൻ, ഇൻസുലേഷനിലേക്ക് പകരാതിരിക്കാനും ഇൻസുലേഷൻ കപ്പാസിറ്റി കുറയാതിരിക്കാനും വേണ്ടി ഈ 1 mm ഉള്ള ഈ സ്ക്രീൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടക്ടർ ജോയിൻ ചെയ്യുന്ന സമയത്തെല്ലാം സോക്കറ്റ് അടിച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലും സ്ട്രേറ്റ് ജോയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഫെറൂറോ അല്ലെങ്കിൽ ലെഗിലോ കണക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒക്കെ തന്നെ നമ്മൾ ഇനിയിപ്പോ സാധാരണ XLP കേബിള്, നമ്മൾ സാധാരണ XLP മെറ്റാൽ, അതായത് UG അല്ലാത്ത സാധാരണ XLPE കേബിളുകൾ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് താഴെ ഫ്യൂസിലേക്കും ഫ്യൂസിൽ നിന്ന് നേരെ ഷാക്കിൾ പോയിന്റിലേക്കും കൊണ്ടുപോയി കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള ഇൻസുലേഷൻ നല്ല നീളത്തിൽ 10 സെന്റിമീറ്ററോളെങ്കിലും മിനിമം നീളത്തിൽ നമ്മൾ കളയുമല്ലോ. കളഞ്ഞിട്ട് നമ്മൾ ആ ഓവർഹെഡ് ലൈനിൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെക്കലാണ് സാധാരണഗതിയിൽ ഒരു രീതി, ഉപയോഗിച്ചിരുന്ന രീതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിനടക്കമുള്ള ഈ ഗ്രൂവിലടക്കമുള്ള ഇൻസുലേഷൻ കൂടി കളയണമെന്ന് ഉറപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. കാരണം അത് ഉറപ്പായിട്ടും ആ വോൾട്ടേജിനെ സ്ട്രെസ്സായി കണക്കാക്കി പുറത്തേക്ക് വിടാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു തരിയാണ്. 1 mm തിക്നെസ് ആണ്, 1 mm തിക്നെസ് ആണ് അതിന് തുറന്നത്. അപ്പൊ അത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. കാരണം അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ യൂണിഫോംലി ഡൈവർജന്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ടു കണ്ടെയ്ൻ ദ ഇലക്ട്രിക് ഫീൽഡ് വിതിൻ ദ കേബിൾ കോർ. കേബിൾ കോറിനകത്ത് തന്നെ ആ യൂണിഫോമിറ്റി നിലനിർത്താനും ഒരു കാരണവശാലും ആ സ്ട്രെസ് പുറത്തേക്ക് പോകാതിരിക്കാനുമാണ് ഈ കാണുന്നത്. അപ്പോൾ കേബിൾ വിത്തൗട്ട് കണ്ടക്ടർ സ്ക്രീൻ ഇല്ലാത്ത ഒരു കേബിളിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എനി സ്ക്രീൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ചെളിയിൽ കിടക്കണ പോലെ ഒരു സൈഡ് ചവിട്ടുമ്പോൾ ആ ഭാഗത്തേക്ക് പോകും, ഈ സൈഡ് വരുമ്പോൾ ഈ സൈഡിലേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള ചലക്കാൻ പോയിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പറയും. മറ്റങ്ങനെയല്ല, ഒരേ രീതിയിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഈ കണ്ടക്ടർ സ്ക്രീൻ ഉള്ള കേബിളുകൾക്ക്. അപ്പൊ ആ സ്ക്രീനിന്റെ പ്രത്യേകത പറയാനാണ് കേബിളിന് പുറത്തുള്ള ഒരു ഫീൽഡ് കംപ്രഷൻ ജോയിന്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബാക്കി ഓരോ ഐറ്റത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഇനി ഇതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് വരും. അപ്പൊ ഒന്ന് ഈ പറയുന്ന കണ്ടക്ടർ പുറത്തുള്ള ഈ 1 mm തിക്നെസ് ഉള്ള ഈ സ്ക്രീൻ. അതിന് തുടർന്ന് പുറത്തു വരുന്ന എന്താണ്? XLPE ആണ്. XLPE കണ്ടക്ടർ സ്ക്രീൻ ഇൻസുലേഷൻ കോഡ് IS 7098 ആണ്. XLPEയുടെ IS കോഡ് എന്ന് പറയുന്നത് IS 7098. നമ്മൾ അതിമൂല ഇൻസുലേഷൻ ഒന്ന് പറഞ്ഞു പോകാം. കണ്ടക്ടറിന്റെ ആണെങ്കിൽ IS 8130, IEC 60228, IEC 60228, IS 8130 കണ്ടക്ടറിന്റെ. അതിന് പുറത്തുള്ള കണ്ടക്ടർ സ്ക്രീനിന്റെ ഈ പറയുന്ന കണ്ടക്ടർ സ്ക്രീനിന്റെ IS എന്ന് പറയുന്നത് 7098, IEC 605 ഇൻസുലേഷൻ 7098, 8130, 114, 96, IEC 605. അപ്പൊ ഇൻസുലേഷന്റെ പ്രത്യേകത മെറ്റീരിയല് PVC ആവാം, XLPE ആവാം, പിന്നെ റബ്ബർ ആവാം, ഇലാസ്റ്റോമർ ആവാം, EPR ആവാം. പർപ്പസ് ഇൻസുലേഷൻ purpose is to withstand the electrical field applied to the cable for its design life in the intended instant environment. Insulating capacity എന്നും നിലനിർത്തി കൊണ്ടുപോകാന്നുള്ള പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ഈ ശ്രദ്ധിക്കേണ്ട ഇൻസുലേഷൻ സ്കീം ആൻഡ് പുറത്ത് ഇൻസുലേഷൻ. പിന്നെ ഇൻസുലേഷൻ തന്നെ XLPE ഉണ്ട്, PVC ഉണ്ട്. ഹലോ സാറേ, ഓക്കെ. XLPE ഉണ്ട്, PVC ഉണ്ട്, ഇലാസ്റ്റോമർ ഇൻസുലേറ്റഡ് കേബിൾ ഉണ്ട്, പിന്നെ പോളിവിനൈൽ ക്ലോറൈഡ് റബ്ബർ ഇൻസുലേറ്റഡ് കേബിൾ.
ഈ XLPE കേബിളിന് പുറത്ത് വീണ്ടും ഒരു ഇൻസുലേഷൻ സ്ക്രീൻ. നേരത്തെ പറഞ്ഞത് കണ്ടക്ടർ സ്ക്രീൻ ആണ്. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ സ്ക്രീൻ XLPE, അതിന് പുറത്ത് വീണ്ടും ഒരു ഇൻസുലേഷൻ സ്ക്രീൻ, സെയിം 1 mm തിക്നെസ്സിലുള്ള ഇൻസുലേറ്റഡ് സ്ക്രീൻ ആണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേഷന് പുറത്തു വരുന്ന ആ കോപ്പർ ടേപ്പ് സ്ക്രീനിലെ ഒരു സ്ട്രെസ്സും അകത്തേക്ക് പോരാതിരിക്കാനും ആ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കൃത്യതയോട് നിലനിർത്താനും വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ സ്ക്രീനിന്റെ അതേ പർപ്പസ് തന്നെ, സ്ട്രെസ് ഒരു കാരണവശാലും പുറത്തേക്കോ അകത്തേക്കോ കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. പിന്നെ ഈ കണ്ടക്ടറിനും ഈ പറയുന്ന ഇൻസുലേഷനും, പുറത്തെ കണ്ടക്ടറും ഇൻസുലേഷനും ഇടയ്ക്ക് ഇതേപോലെ തന്നെ സ്ട്രെസ് നിലനിർത്താനായിട്ട് കഴിയും. അപ്രോക്സിമേറ്റ്ലി 1 mm മാത്രം, നേരത്തെ പറഞ്ഞ പോലെ 1 mm മാത്രമേ അതിന് തിക്നെസ് ഉള്ളൂ. പിന്നെയുള്ളത് ബെഡിങ് ആണ്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ഭാഗത്ത് ഫില്ലറും പിന്നെ വാട്ടർ ബ്ലോക്കിംഗ് ടേപ്പും കൂടെ ചേർന്നാണ്. ഇതിൻ്റെ അകത്ത് ഈ 3 കമ്പികളും ചേരുമ്പോൾ അപ്പൊ അതിൻ്റെ ചേർന്ന് ഓരോ കമ്പികൾക്ക് ചുറ്റുമായിട്ട് ഒരു മെറ്റാലിക് സ്ക്രീൻ ഉണ്ടാവും. ഈ കോപ്പർ മെറ്റാലിക് സ്ക്രീൻ. അപ്പോൾ കണ്ടക്ടർ, അതിൻ്റെ പുറത്ത് ഒരു ഇൻസുലേഷൻ സ്ക്രീൻ, അത് കഴിഞ്ഞിട്ട് ഇൻസുലേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടക്ടർ സ്ക്രീൻ, ഇൻസുലേഷൻ സ്ക്രീൻ, അത് കഴിഞ്ഞിട്ട് ഒരു മെറ്റാലിക് സ്ക്രീൻ. ആ മെറ്റാലിക് സ്ക്രീനിന്റെ ഒപ്പം തന്നെ പറയുവാണ് ഇതിനകത്തൊക്കെ ഫില്ലറ്, പിന്നെ വാട്ടർ ബ്ലോക്കിംഗ് ടേപ്പ്, ബെഡിങ് ഒക്കെ ഉൾപ്പെടെയാണ്. അപ്പം മെറ്റാലിക് സ്ക്രീൻ എന്ന് പറയുന്നത് IS 798 IEC 605-20 നേരത്തെ പറഞ്ഞ പോലെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. കോപ്പർ വയർ, കോപ്പർ ടേപ്പ്, അലൂമിനിയം വയർ, സ്ട്രിപ്പ് പോലുള്ള മീഡിയം വോൾട്ടേജ്, ഹൈ വോൾട്ടേജുകൾ വയറിങ്ങളെല്ലാം നിർബന്ധമായിട്ടും ഉണ്ടാവും. 1 or multi-core wires, lapped conductor, copper wires, copper tape, metallic foiled aluminum. ഇതിന്റെ പർപ്പസ് മാത്രം ഒന്ന് പറഞ്ഞ് പോകാം. ഒന്ന്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുള്ള ഒരു കവചമായി ഉപയോഗിക്കുന്നു. അപ്പൊ അകത്ത് വൈദ്യുത കണങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വൈദ്യുത കാന്തിക റേഡിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ആ കാന്തിക തരംഗങ്ങളെ ഒരു കാരണവശാലും പുറത്തേക്ക് പോകാതെ ഇരിക്കുന്നു. ഓരോ കണ്ടക്ടറിനകത്തൂടെയും വൈദ്യുതി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന കാന്തിക റേഡിയേഷൻ പുറത്തേക്ക് പോകാതെ തടയുന്നു ഈ മെറ്റാലിക് സ്ക്രീൻ. രണ്ടാമത്തത്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എർത്ത് പാത്തായി ഉപയോഗിക്കപ്പെടുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എർത്ത് പാത്തായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ആ രീതിയിൽ ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്ന അതിനെ ഒഴിവാക്കാൻ ഒരു കപ്പാസിറ്റൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നല്ലൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ള ഒരു ഷീൽഡാണ്, കവചമാണ്. 2, ഒരു എർത്ത് പാത്താണ്. പിന്നെ അകത്തേക്ക് വെള്ളം കയറാതെ നോക്കാവുന്ന ഒരു വാട്ടർ ബ്ലോക്കിംഗ് ആണ്. മൂന്നാമത്തെ ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. ആ കേബിളും അതിന് പറ്റിയുള്ള ഇൻസുലേഷനും ഒരു മികച്ച മെക്കാനിക് പ്രൊട്ടക്ഷനും തരുന്നു. അപ്പൊ 4 തരത്തിലുള്ള ഉപയോഗം ഈ കണ്ടക്ടർ സ്ക്രീനിനുണ്ട്, ഈ കണ്ടക്ടർ ടേപ്പിനുണ്ട്. അപ്പോൾ കണ്ടക്ടർ സ്ക്രീന്, അതിന് ചുറ്റും XLPE, പിന്നെ ഇൻസുലേറ്റിംഗ് സ്ക്രീൻ, അതിന് പുറത്ത് ഒരു കണ്ടക്ടർ ടേപ്പ്. ആ ടേപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ടേപ്പും കൂടെ ചേർന്ന് കഴിയുമ്പോൾ 3 കമ്പികളായി. 3 കമ്പിക്ക് ചുറ്റും ഒരേ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫില്ലർ ഉപയോഗിക്കുന്നു. റബ്ബർ കൊണ്ടുള്ള ഫില്ലറാണ് ഈ ഇവിടേക്ക് ഉപയോഗിക്കുന്നത്. റബ്ബർ കൊണ്ടുള്ള ഫില്ലർ ഉപയോഗിക്കും. ആ ഫില്ലർ നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഓരോ കേബിൾ പോലെ തന്നെ അതിൻ്റെ അകത്ത് ഇങ്ങനെ കാണാം. കേബിൾ നമ്മൾ അവിടെ വെച്ച് മുറിച്ച് കളയും. പിന്നെ അതിനുശേഷം ഒരു ഇന്നർ ഷീറ്റ്, ബെഡിങ്, മെറ്റാലിക്സ്, വാട്ടർ ബ്ലോക്ക്, ഇന്നർ ഷീറ്റ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പുറത്തുള്ളതാണ് ഒരു ഇന്നർ ഷീറ്റ്. IS 1554 permits following 2 methods of applying the inner sheet or thermoplastic material, PVC, polythene, etc., which is not harder than insulation. ഒരു ചെറിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇന്നർ ഷീറ്റ് പ്രൊവൈഡഡ് ബൈ റാപ്പിംഗ് അറ്റ് തെർമോപ്ലാസ്റ്റിക് ടേപ്പ്. അപ്പം അതിനൊരു അകത്തൊരു ജാക്കറ്റ്
ഈ പറയുന്ന കേബിളിനെ ചുറ്റി വെച്ചിട്ടുള്ള കേബിളും 3 കോർ കേബിളുകൾ 3 കോറും അതിനെ ചേർന്നിരിക്കാനും പിന്നെ അതൊരു റൗണ്ട് ഷേപ്പ് നിലനിർത്താനും ഈ ഫില്ലറുകളെല്ലാം ഉപയോഗിക്കുന്ന റബ്ബർ ഫില്ലറുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു മികച്ച ഒരു ഷീറ്റ് ഇന്നർ ഷീറ്റായിട്ട് മാറുന്നു, ഒരു കവചം. അപ്പൊ ആ കവചം കൊണ്ട് എല്ലാവരെയും ചേർത്തിരിക്കുന്നു. ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ മാറോട് ചേർത്ത് പിടിക്കുന്ന പോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കും, ചേർത്ത് വിടും. ഒപ്പം തന്നെ അതിന് പുറത്തുള്ള മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പറയുന്ന ആർമറിന്റെ, ഫ്ലാറ്റ് ആർമറിന്റെ ആയാലും റൗണ്ട് ആർമറിന്റെ ആയാലും ഒരു തരത്തിലുള്ള പ്രഷറും അകത്തുള്ള കോറിനെ ബാധിക്കാതിരിക്കാനും ഈ ഇന്നർ ഷീറ്റ് നമ്മളെ സഹായിക്കുന്നു. ഒന്ന് അകത്തെല്ലാം ചേർന്ന് ഒരുമിച്ചിരിക്കാനും അകത്തൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും, അതിന്റെ ഒപ്പം തന്നെ പുറത്തുനിന്നുള്ള മെക്കാനിക്കൽ സ്ട്രെസ് ഏറ്റവും കൂടുതൽ വരുന്ന ആ ഷീറ്റിനെ ഈ പറയുന്ന ഫ്ലാറ്റ് ആർമർ അല്ലെങ്കിൽ റൗണ്ട് ആർമറിൽ നിന്ന് ഒരു കാരണവശാലും അകത്തേക്ക് കണ്ടക്ടറിന്റെ അകത്തേക്ക് അല്ലെ കോറിനകത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു കുഷ്യൻ എഫക്റ്റ് കൂടി അത് കൊടുക്കുന്നു. അടുത്തത് ഫ്ലാറ്റ് ആർമറിങ് ആണ്. ഈ ഫ്ലാറ്റ് ആർമറിങ്, റൗണ്ട് ആർമറിങ്, അങ്ങനെ 2 തരത്തിൽ ആർമറിങ് ഉണ്ട്. അപ്പൊ അതില് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ആണ് പ്രധാനമായുള്ള കടമ. ആ ആർമറിങ്ങിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് മാത്രമല്ല അതൊരു മികച്ച എർത്ത് കണ്ടിന്യൂറ്റി ആണ്. ഈ ആർമറാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒപ്പം പോകുന്ന ഏറ്റവും മികച്ച എർത്ത് പാർട്ടും കൂടിയാണ് സ്റ്റീൽ വയർ ആർമർ. അതിന്റെ ഏറ്റവും പുറത്ത് ഔട്ടർ ജാക്കറ്റ്, നല്ല കട്ടിയുള്ള ഔട്ടർ ജാക്കറ്റ്, ഒരു കാരണവശാലും അകത്തേക്ക് വെള്ളം കയറാതിരിക്കാനും അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കാനും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. മേജർ കൺസിഡറേഷൻ ഈസ് selecting outer sheet may be a thermoplastic or thermosetting material. Mostly a thermoplastic jacket is less expensive. However, thermoplastic will melt at some elevated temperature and thus could run or drip from the cable under extreme conditions. ഒരു കമ്പാരിസൺ കൂടിയാണ് തുറന്നു നോക്കുക. എന്തായാലും അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ചെറിയ ഭാഗം മറ്റൊരാളുടെ സ്ലൈഡാണ്, ഒരു സാറിന്റെ സ്ലൈഡാണ്, ഞാൻ കടമെടുത്താണ്. കുറച്ച് കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഷോർട്ട് ടൈമിൽ ചെറിയ ക്ലാസ് നിലയ്ക്ക് മാത്രമേ അത്യാവശ്യം കുറച്ച് ചെറിയ ഭാഗങ്ങൾ പറയാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുള്ളൂ. സാധാരണ ഓവർഹെഡ് ലൈൻ നല്ല വൃത്തിയും ഭംഗിയുമുള്ള ഒരു സ്ട്രട്ടും പിന്നെ LT ഫ്യൂസുകളും പിന്നെ എന്താ പറയാ 30 സെന്റിമീറ്റർ ഒരടി അകലത്തിലുള്ള LT പിന്നിൻസുലേറ്ററുകളും നടുക്കുള്ള പോസ്റ്റിനോട് ചേർന്നുള്ള പിന്നിൻസുലേറ്ററുകൾക്ക് 45 സെന്റിമീറ്റർ അകലമായിട്ടുള്ള ഓവർഹെഡ്, നല്ല വൃത്തിയായ ഓവർഹെഡ്, നന്നായി ടെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷാഗ് നേരത്തെ നമ്മൾ കണ്ടക്ടറിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഷാഗ് കൂടി പറഞ്ഞു വേണം. സ്പാനുകൾക്കിടയിലുള്ള ലെങ്ത്തിന്റെ 1% പരമാവധി ഷാഗ്, അതിൽ കൂടാൻ പാടില്ല. സാധാരണ LTക്ക് നമ്മൾ ചെറിയ സ്പാനുകളാണ് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ 30 സെന്റിമീറ്ററും HTക്ക് ഒരു 45 സെന്റിമീറ്ററും ഒക്കെ. ഈ 50 മീറ്റർ അകലത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ 1% എന്ന നിലയ്ക്ക് പരമാവധി 50 സെന്റിമീറ്റർ വരെ വരാം. അല്ലെങ്കിൽ 60 സ്പാൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് വന്നിട്ട് സ്വാഭാവികമായിട്ട് സർവീസ് വെയർ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ലെങ്ത്തിന്റെ 1% ഷാഗും വരാം. നല്ല വൃത്തിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് UG കേബിൾ. ഏരിയൽ ബഞ്ചഡ് കേബിൾ, കവേർഡ് കണ്ടക്ടർ. ഇപ്പൊ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ചുരുക്കി ഫിനിഷ് ചെയ്യുന്നതാണ് കേട്ടോ. ഒന്ന് ഓവർഹെഡ് ലൈൻ, UG കേബിൾ, ഏരിയൽ ബഞ്ചഡ് കേബിൾ, കവേർഡ് കണ്ടക്ടർ. അതിൽ കോസ്റ്റ് കമ്പാരിസൺ. LT ഓവർഹെഡ് ലൈന് 3.5, UGക്കാണെങ്കിൽ 13, ABCക്കാണെങ്കിൽ 8. കമ്പാരിസൺ 11 KVക്കാണെങ്കിൽ 5 ഭാഗമാണെങ്കിൽ UG കേബിളിനാണെങ്കിൽ 20 ഭാഗം, 20 ഇരട്ടിയായി വന്നു. ABCക്കാണെങ്കിൽ 13.5. 66ന്റെയും 33 KVയുടെയും നമുക്ക് കണക്കാക്കണം. നേരത്തെ പറഞ്ഞാൽ നോർമൽ കറണ്ട് ബെയറിംഗ് കപ്പാസിറ്റി, ടെമ്പറേച്ചർ റൈസ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ബെയറിംഗ് കപ്പാസിറ്റി, ഡിസ്ക്രൈബ്ഡ് വോൾട്ടേജ് ലെവൽ, എനർജി ലോസ് കാൽക്കുലേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഇതാണ്
conducting of insulation, bedding, armoring, sheath. Aluminum conductor and copper conductor, round and shaped and HTLS. HTLS last insulation, rubber, XLPE, PVC, PVC, paper, HDPE, LDPE, ethylene propylene rubber, polyvinyl chloride, polythene, tree, repellent, cross-linked polyethylene. Installation sheet, screening, non-metallic semiconductor tape, non-magnetic metallic tape, conductor sheet, bedding, armor, used for mechanical protection of the conductor bundle. Steel wire armor or braided is typically used. Tinning or galvanizing used for rust prevention. Phosphor bronze or tinned copper braid is also used when steel armor is not allowed. Steel wire armor used in multi-core cables, magnetic. Aluminum wire armor used in single-core cables, non-magnetic. When now an electric current passes through a cable, it produces a magnetic field. The higher the voltage, the bigger the field. The magnetic field will induce an electric current in steel armor, eddy current, which can cause overheating in AC system. The non-magnetic aluminum armor prevents foaming happening. നേരത്തെ പറഞ്ഞ ഇന്നർ ഷീറ്റും അങ്ങനെ ഒരു ഗുണം കൂടി കൊടുക്കുന്നുണ്ട്. കാരണം അകത്തുള്ള ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പുറത്തുള്ള സ്റ്റീലിലേക്ക് വരാതിരിക്കാനും ആ ഇന്നർ ഷീറ്റ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. ഔട്ടർ ഷീറ്റ് applied over the armor for overall mechanical, weather, chemical and electrical protection. Typically a thermoplastic or thermosetting compound and often the same material as the bedding. Oversheet is normally color coded to different between LV, HV and insulation cables. Manufacturer making and length marking are also printed on the outer sheet. The outer sheet കറുത്തത് ചുവന്നത് രണ്ട് രീതിയിൽ നമുക്ക് നോർമലി കാണാം. ഈ ഹൈ വോൾട്ടേജിൽ എക്സ്ട്രാ ഇപ്പൊ ഈ HT തന്നെ 11K ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ഔട്ടർ ഷീറ്റ് ആണെങ്കിൽ 33K റെഡ് കളറിലായിരിക്കും ഔട്ടർ ഷീറ്റ്. അപ്പൊ അവർ പ്രത്യേകത പറഞ്ഞു പറഞ്ഞാൽ ലോ വോൾട്ടേജ് കേബിൾ, പവർ കേബിള് നമ്പർ ഓഫ് കോർ 1 2 3 3.5 4 നേരത്തെ പറഞ്ഞാൽ കൺട്രോൾ കേബിള് നമ്പർ ഓഫ് കോഴ്സ് 1 2 3 4 7 9 അങ്ങനെ. ടെർമിനേഷൻ നമ്മൾ കേബിൾ ജോയിന്റിൽ ടെർമിനേഷൻ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ ഭാഗം ഒഴിവാക്കിയത്. എന്നാലും ഒന്ന് വായിച്ചു പോവാണ്. കേബിൾ ലെഗ്, ഗ്ലാൻഡ്. ഈ കേബിള് നമ്മള് ട്രാൻസ്ഫോമറിന്റെ ഇത് എടുക്കാൻ കാര്യം ഈ പടങ്ങളുള്ളതുകൊണ്ടാണ്. അതായത് നമ്മള് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് കേബിൾ ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു മെറ്റാലിക് ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് കേബിളിന്റെ അഗ്രഭാഗങ്ങളെ ഒലയാതിരിക്കാനും കൃത്യമായ മെക്കാനിക്കൽ സ്ട്രെങ്ത് കണക്ട് ആയിട്ട് എത്തിക്കാനും പിന്നെ ആർമറിന്റെ എർത്ത് കണ്ടിന്യൂറ്റി ഉറപ്പിക്കാനും ഈ കേബിൾ ഗ്ലാൻഡ് നമ്മളെ ഏറെ സഹായിക്കുന്നു. അപ്പൊ ടെർമിനേഷന്റെ ആദ്യ ഭാഗം നിലയ്ക്ക് അതിന്റെ എൻഡ് ഗ്ലാൻഡ് ചെയ്യുന്നു. ഇതുപോലെ ഗ്ലാൻഡ് ചെയ്തതിന്റെ അഗ്രഭാഗം സീൽഡ് ആയിരിക്കും. ആ ബോക്സ് സീൽഡ് ആയിരിക്കും. കണ്ടിന്യൂസ് എർത്ത് കണക്ടിവിറ്റി അത് ഉറപ്പിക്കാനോട് കഴിയും. എന്നിട്ട് വേണം ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ക്രിമ്പ് ചെയ്യാനായിട്ട്. ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലെഗിന്റെ തുളിഞ്ഞിരിക്കുന്നു. ലെഗിന്റെ ഇവിടെ നിന്ന് വേണം എൻഡിലേക്ക്, ഹോൾ എൻഡിലേക്ക്, ഈ ബോൾട്ടഡ് എൻഡിൽ നിന്ന് ഹോൾ എൻഡിലേക്ക് ആയിരിക്കണം ക്രിമ്പ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എയർ ബബിൾ ഒഴിവാക്കാൻ കഴിയും. മാത്രമല്ല ഇതിങ്ങനെ പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് ഇൻസുലേഷൻ കൂടുതൽ കളഞ്ഞു. അപ്പോൾ കേബിള് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഇൻസുലേഷൻ ഭാഗം ഈ പറയുന്ന സോക്കറ്റിനേക്കാളും ഒരു 6 mm കൂടുതൽ ഇൻസുലേഷൻ കളഞ്ഞ ഭാഗമാണ് അകത്തേക്ക് കടത്തേണ്ടത്. ക്രിമ്പിംഗ് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അത് ഫില്ല് ചെയ്തതിന് ശേഷം അകത്തേക്ക് ഈ കേബിൾ ലെഗിനകത്തേക്ക് കേബിളിന്റെ കണ്ടക്ടർ അകത്തേക്ക് കടത്തി വെക്കുമ്പോൾ കേബിൾ ലെഗിനും കണ്ടക്ടറിന്റെ ഇൻസുലേഷനും ഇടയ്ക്ക് ഒരു 6 mm ഏത് സൈസ് ഡയമീറ്റർ ഉള്ള ക്രോസ് സെക്ഷന്റെ ഏരിയ ആണെങ്കിലും ഒരു 6 mm ഗ്യാപ്പ് ഉണ്ടാവണം.
ലെഗിനകത്തേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ കണ്ടക്ടർ അകത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു 6 mm പുറത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബെയർ കണ്ടക്ടർ കണ്ടതിന് ശേഷമാണ് ഈ ഇൻസുലേഷൻ തുടങ്ങാവും. അപ്പൊ നമ്മൾ ക്രിമ്പ് ചെയ്ത് ഒരു എൻഡിൽ നിന്ന് ക്രിമ്പ് ചെയ്ത് അങ്ങ് പോകുമ്പോൾ ഈ ഇൻസുലേഷനുള്ള ഭാഗം വരെ ഇത് എക്സ്പാൻഡ് ചെയ്ത് ഫില്ലാവും. അതുകൊണ്ടാണ് 6 mm കൂടുതൽ കണക്കാക്കുന്നത്. കേബിളിന്റെ ട്രേ സപ്പോർട്ടുകളാണ് ABC. ഗാലനൈസ്ഡ് സ്റ്റീൽ വയർ, അകത്ത് അലൂമിനിയം കണ്ടക്ടർ, കണ്ടക്ടർ സ്ക്രീൻ, XLPE സ്ക്രീൻ, ഇൻസുലേഷൻ സ്ക്രീൻ, പ്ലെയിൻ അനീൽഡ് കോപ്പർ ടേപ്പ്, നോൺ കണ്ടക്റ്റീവ് ബൈൻഡർ ടേപ്പ്, PVC ഔട്ട്ലെറ്റ്. നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇന്നോട്ട് ഷീറ്റ് കണ്ടക്ടർ സ്ക്രീനാണ്. അപ്പോൾ കണ്ടക്ടറിന്റെ വോൾട്ടേജ് സ്ട്രെസ് ഇൻസുലേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പറയുന്ന ആ ഗ്രൂവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള കണ്ടക്ടർ സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് ഇൻസുലേഷന്റെ പുറത്ത് ഇൻസുലേഷൻ സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോപ്പർ ടേപ്പ്. അതിന് പുറത്ത് വീണ്ടും ഇൻസുലേഷൻ വരുന്നു. HDABC construction. Messenger aluminum alloy, insulation PVC phase, conductor aluminum, conductor screens semi-conducting compound, insulation cross-linked polyethylene, insulation screens semi-conducting compound, metallic screen aluminum അല്ലെങ്കിൽ copper tape, outer shape PVC, UV resistant, ultraviolet തടുക്കുന്ന. Proper material handling and good workmanship should be ensured for trouble-free operation of ABC installations. For this section, subdivision level contractors workmen shall be developed through training and other facilities. കൃത്യമായി പലപ്പോഴും ABC-യുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്തതിന്റെ തകരാറാണ്. ഏറ്റവും മികച്ച സംവിധാനമാണ് ABC. അപ്പോൾ മുമ്പ് നിരത്തിട്ട് വലിക്കുകയും അല്ലെങ്കിൽ അത് കൃത്യമായി കൊണ്ടുപോയി സ്ഥാപിക്കുന്നതിന്റെ ചെറിയ തകരാറുകൾ സംഭവിച്ചിട്ടാണ് ABC-യുടെ ഇൻസുലേഷന് കുഴപ്പമുണ്ടാവുന്നത് നോക്കുക. അല്ലാത്ത രീതിയിലാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലാണ്. ലെസ് ഫാൾട്ട് റേറ്റ്, മോർ സേഫ് ആൻഡ് റിലയബിൾ. Negligible losses, leakage current due to insulation over conductor, multiple circuits or power communication cables in the same set of poles, very difficult to tap the AB cable, thus reducing the chances of theft. ടാപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. LTE ഒക്കെ പ്രത്യേകത ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ തെഫ്റ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ABC നിർബന്ധമായി. HVDC ഹൈ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ HT ലൈൻ നേരെ ലോഡ് സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് 25 kV-യുടെ 16 kV-യുടെ ട്രാൻസ്ഫോമർ വെച്ച് അതിന് ചുറ്റുമുള്ള വീടുകളിലേക്ക് വൈദ്യുതി വിതരണം കൊടുക്കുമ്പോൾ നിർബന്ധമായും ABC തന്നെയാണ് LTE വിതരണം ചെയ്യുന്നത്. ഒരു കാരണവശാലും ടാപ്പ് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ തെഫ്റ്റ് വളരെയേറെ കുറയ്ക്കാൻ കഴിയുന്നുള്ള പ്രത്യേകത. ആസ് റീപ്ലേസ്മെന്റ് ഓഫ് ബെയർ ലൈൻ ഇൻ റൂറൽ ഏരിയ, ഫോറസ്റ്റ്, thickly populated areas or proximity to building where space is limited, as replacement of bare lines where reliability, safety and stability of power supplies of prime importance. In hilly terrain where erection of overhead lines or underground cables are impossible. In electricity theft prone areas, available standards for HD cables. As present, no IS standard for HD cable. Hence applicable standards are IS 8130 aluminum conductors for insulated electric cables, IS 6474 1984 polyethylene insulation, IS 7098 XLPE insulation cable for voltage up to and including 1000 volt, IS 398 part 4 all aluminum alloy. അതിനകത്തുള്ള അലൂമിനിയം ഉള്ള മെസ്സഞ്ചർ വരുന്നത് all aluminum. IS 10418 1982 drums for electric cables, IS 14255 for LTABC. അപ്പൊ ഈ ഇത്രയും ഇതെല്ലാം ചേർത്തിട്ടാണ് ഒരു IS ഉടനെ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആങ്കറിംഗ് ഡെഡ് എൻഡ് ടെൻഷൻ അസംബ്ലി, ഡെഡ് എൻഡ് ക്ലാമ്പ്, ചെറിയൊരു പീസ് ഉപയോഗിച്ചിട്ട് നടുക്കൊരു ഒരു ട്രിഗർ ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആവും. അതാണ് ഡെഡ് എൻഡ് ക്ലാമ്പിന്റെ വലിയ പ്രത്യേകത. എളുപ്പമാണ് ഇത് ഉപയോഗിക്കാനും സ്ഥാപിക്കാനും ഒക്കെ. The clamp consists of an aluminum alloy corrosion resistant weatherproof body, bale of stainless steel and adjusting plastic wedges which will hold the neutral messenger without damaging the insulation. For fitting on a pole, for anchoring the end of ABC or for a major change in direction.
സസ്പെൻഷൻ അസംബ്ലി. തൂക്കിയിടുന്നതിന്റെ പ്രത്യേകത എന്തെങ്കിലും തരത്തിൽ ഒരു കുടുക്കോ ബലവോ താങ്ങാൻ പറ്റാതെ വന്നാൽ ഈ സംഗതി അങ്ങ് ടെക്കെന്ന് പറഞ്ഞു വിട്ടുപോകും. അപ്പോൾ കേബിളിന് ഡാമേജ് ഒന്നും പറ്റില്ല, പൊട്ടി വീഴുകയും ചെയ്യില്ല. പിന്നീട് നമ്മൾ ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സസ്പെൻഷൻ അസംബ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. For supporting a length of ABC at an intermediate pole in a length with a small angle of deviation up to 30 degrees, the clamp should be designed to hang LTABC with insulated neutral messenger. Insulation piercing connector IPC. അതിന്റെ പ്രത്യേകത നോക്കി, ആ പല്ല് നേരത്തെ കാണിച്ചാണ്, ആ പല്ലിങ്ങനെ കയറിയിരിക്കുമ്പോൾ സുഖമായിട്ട് കണ്ടക്ടിവിറ്റി നടക്കും. അകത്തേക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇൻസുലേഷൻ തന്നെയാണ് പൊതിയുന്നത്. The contact bed is made of tinned copper aluminum alloy. Tightening action of the IPC will first pierce the insulation and then make good electric contact between the main end and the branch conductor. Shear of net. Handling and installation of HDBC. The unloading of the cable drum should be done either by crane or by hoist or on raised platform at a level of truck body. It should not be dropped from the truck on the ground. ഒരു കാരണവശാലും നിലത്തിൽ കൂടി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ട് കൃത്യമായ രീതിയിൽ അതിനെ താങ്ങാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ വേണം. The drum shall be rolled in the direction of arrow marked on the drum. ഡ്രമ്മിൽ മാർക്ക് ചെയ്യുന്നുണ്ടാവും, റോൾ ചെയ്യുന്നുണ്ടാവും, അൺറോൾ ചെയ്യുന്നു. And unwinding of the cable from the drum should be done by the loading the drum on the jack and rotate the drum. ഒരു ജാക്കിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നിലത്തുനിന്ന് ഇങ്ങനെ വളച്ച്, ഇപ്പോ കുറച്ച് ബാലൻസ് വരുന്നൊക്കെ സ്റ്റോറിന്റെ സൈഡിലൊക്കെ ഒന്നിങ്ങനെ ചുരുട്ടി നിലത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കില്ല, അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് അത് ഉപകാരപ്പെടുന്നത് കംപ്ലൈന്റ് ആവാനാണ്. ഏതെങ്കിലും കാരണവശാൽ മുറിക്കുന്ന ഒരു കട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ സീൽ ചെയ്തിട്ട് ആ എൻ ക്യാപ്പ് വെച്ച് അടയ്ക്കാൻ വേണം, വെള്ളമൊന്നും കയറാതെ. ബിഫോർ ലേയിങ് AB cables, ensure cable drum number and its length. Check the screen continuity of each phase and make sure that the required size and number of pulleys are available for pulling cable from the drum for laying. Ensure cable is not laid on the ground. ഒരു കാരണവശാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിലത്തെ കൂടി ഒരു കാരണവശാലും വലിക്കരുത്. Joining is very important, which is to be carried by skilled personnel and termination. Training is to be given to the field staff for the handling, transportation and direction of ABC by the specialist in the field. Mid-span joining of HDBC to be avoided. നമ്മൾ സാധാരണ ഓവർഹെഡ് ലൈനുകളിലൊക്കെ കമ്പി തേക്കാതെ വരുന്ന സമയത്ത് നമ്മൾ മിഡ് സ്പാൻ ജോയിന്റ് ഉപയോഗിക്കും. ഓരോ പോസ്റ്റിനും 40 അടി അകലത്തിലാണ് മിഡ് സ്പാൻ ജോയിന്റ് വരുന്നത്. മിഡ് സ്പാൻ ജോയിന്റ് ഒരു കാരണവശാലും HDBC ഉപയോഗിക്കാൻ പാടില്ല. Considering the weight of the cable, span length is taken as 35 meter LTABC. Pole erection and fixing stay, fixing of accessories on supports, stringing of ABC, 3 into 70 square mm plus 1 into 16 square mm, 1 into 50 square mm using ground rollers. By taking special care while running out of the AB cable so that the cable does not touch or rub against the ground. എപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഒരു കാരണവശാലും നിലത്തൂടെ ഒരച്ച് കൊണ്ടുപോകാൻ പാടില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എലിയർ വേഷൻ. പുതിയ വേഷൻ നമ്മളിപ്പോ നേരത്തെ അതിൽ കാണിച്ചിരുന്നതാണ്. RYB ബ്ലാക്ക് ട്രിം ചെയ്ത് തന്നെ കൊടുക്കണം. വെറുതെ ചുമ്മാ കെട്ടി വെച്ചിട്ട് നമ്മൾ സാധാരണഗതിയിൽ മീറ്റർ കൊണ്ടുവരുമ്പോൾ മീറ്ററിന്റെ ഒപ്പം തന്നെ ഫെറൂൾ ഉണ്ടാവും, ഒരു പാക്കറ്റ് ഫെറൂൾ ഉണ്ടാവും. അതിങ്ങനെ ഫെറൂൾ ഇപ്പൊ സ്റ്റോറിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട് കിടപ്പുണ്ടാവും. അപ്പൊ ഫെറൂള് നിർബന്ധമായും മീറ്ററിൽ കണക്ഷൻ കൊടുക്കാൻ നേരത്തെ ടെർമിനൽ ഫെറൂൾ ഉപയോഗിച്ച് ചെറിയ ക്രിമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ക്രിമ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ABCയുടെ കണക്ഷൻ എടുക്കാൻ നേരത്ത് നിർബന്ധമായും ഫെറൂൾ ഉപയോഗിച്ചിട്ട് ക്രിമ്പ് ചെയ്ത് തന്നെ ഉപയോഗിച്ച് കൊടുക്കണം. Okay. Covered conductor. Covered conductor പ്രത്യേകത ഇൻസുലേറ്റർ ആണ്. ഷീറ്റ്, ഇൻസുലേഷൻ, സെമി കണ്ടക്ടർ.
സെമി കണ്ടക്ടർ ഷീറ്റ് എല്ലാ തരത്തിലും പറയുന്നുണ്ട്. എന്താണ് ഈ ഇൻസുലേഷനിലേക്ക് സ്ട്രെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ് അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. Advantages of covered conductor: protect conductor from corrosion, reducing fault caused by tree contacts and enhance the reliability. Upgrade the voltage bar current without changing the phase distance, reducing animal fault, preventing bush fire. Lower life cycle cost compared with the bare conductor, reducing maintenance cost of tree trimming, reducing clearance between phases, can crop with direct contact between phases. Environmental protection. Cable laid manually over ground below the points of hanging on poles. Cable gets rubbed on the surface like hard stone, concrete, iron surface, and other hard surfaces cause mechanical damage to the outer sheet. Metallic screen, insulation of cable, rubbing on poles or any hard surface by tensioning. ഈ ടെൻഷൻ ചെയ്യുമ്പോൾ നിലത്തെ കൂടെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ മാത്രമല്ല, പോസ്റ്റില്, ക്രോസാമുകളിൽ എവിടെയൊക്കെ മുട്ടി വരഞ്ഞ് അതിനകത്ത് കണ്ട ഇൻസുലേഷനെ ബാധിക്കും, അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തിനെ ബാധിക്കും. സ്വാഭാവികമായിട്ടും അകത്തേക്ക് പോകണമെങ്കിൽ അതിനകത്ത് കണ്ടക്ടർ സ്ക്രീൻ, ആ സ്ക്രീനെ ബാധിക്കും. ഷീറ്റ്, മെറ്റൽ സ്ക്രീൻ, ഇൻസുലേഷൻ ഇതൊക്കെ തകരാറിലാണ്. ഓക്കെ, സ്ക്രീൻ കഴിഞ്ഞു. സാറേ ഞാനൊറ്റ ഹലോ സാറേ, ഹലോ പറഞ്ഞോ. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ഒരു ബേസിക് ആയിട്ട് ഒരു കൺസെപ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഉദ്ദേശിച്ചുള്ളൂ. വിശദമായ മറ്റ് ക്ലാസ്സുകളെ പോലത്തെ വിശദമായ ക്ലാസ് അല്ല. കേബിളുമായി ബന്ധപ്പെട്ട് കേബിൾ ജോയിന്റ് ഞാൻ ചെയ്യുന്നതാണ്. HT ആയാലും LT ആയാലും ഒത്തിരി ജോയിന്റ്, കേബിൾ ജോയിന്റുകളുമായി ബന്ധപ്പെട്ട് വീഡിയോ സഹിതം കേബിൾ ജോയിന്റിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു സംഗതി നല്ലൊരു സമയത്ത് നമുക്ക് എടുക്കാമെന്ന് ഒരു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡിന്റെ തുടർച്ചയായി എടുക്കുന്ന ഒരു കാര്യം എന്ന നിലയ്ക്കാണ് അത് കൊണ്ടുപോയത്. അതല്ലാതെ കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സ് എന്ന രീതിയിൽ വിശദമായ ഒരു കുറിപ്പ് എന്ന നിലയ്ക്കല്ല ഇത് കൈകാര്യം ചെയ്ത്. കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡിന്റെ പാർട്ട് 1, പാർട്ട് 2 നമ്മൾ കേബിൾ ജോയിന്റ് ഒക്കെ വിവിധതരം ജോയിന്റുകൾ കഴിഞ്ഞാണ്. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ ഭാഗം കൈകാര്യം ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും FB വഴി കാണുകയും ഇനി കാണാനിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഓക്കെ സാർ, ഞാൻ ലാസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോ പ്രിയപ്പെട്ടവരെ, അപ്പോ ക്ലാസ് നല്ല കേബിൾസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും പെട്ടെന്ന് സാബു സാറിനോട് നിങ്ങൾ സംശയം ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഫീഡ്ബാക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിനെ പറ്റിയിട്ടും മൊത്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം. നമുക്ക് ക്ലാസ് ഇപ്പോൾ ഉടനെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരിക. ഒരാൾ 1-2 ആൾക്കാർ ഫീഡ്ബാക്ക് പറയണം. ഓക്കെ സാറേ, ഞാൻ ഈ കണ്ടക്ടർ മാത്രം നമ്മുടെ ഉപയോഗിക്കുന്ന കണ്ടക്ടർ വിശദമായിട്ട് പോകാത്ത നമ്മൾ കണ്ടക്ടറൊക്കെ നേരത്തെ കവർ ചെയ്ത് പോയതാണ്. അതായത് എന്നാലേ തുടർന്ന് പോയെന്നുള്ളൂ. കേബിളിനെ ഒന്ന് പരിചയപ്പെടുത്താനും തുടർച്ചയായിട്ട് അടുത്ത ഭാഗത്ത് നമുക്ക് ആ കേബിൾ ജോയിന്റിനെ വിശദമായിട്ട് പറയുമ്പോൾ ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആ കേബിളിലേക്ക് വന്നത്. ഓക്കെ സാറേ. ഓക്കെ പറയൂ. പെട്ടെന്ന് 1-2 ആൾ ഫീഡ്ബാക്ക് പറയണം, എന്നിട്ട് നമുക്ക് നിർത്താം. അറിയില്ലേ ക്ലാസ് കേട്ടിട്ട് ഇവരൊക്കെ ഫീഡ്ബാക്ക് ഒന്നും പറയാനില്ല? ആരെങ്കിലും മുന്നോട്ട് വരുമോ? ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ആരും പറയാനുണ്ടോ? അപ്പോ ആരും പറയാനില്ല എന്ന് കരുതുന്നു.
എന്തായാലും ഈ ക്ലാസ് വളരെ നല്ല രീതിയിലേക്ക് ക്ലാസ് ആയിരുന്നു. പിന്നെ ക്ലാസ് കൈകാര്യം ചെയ്ത സാബുവിനെ PSTCയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആൾക്കാരെയും PSTCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കിപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഞായറാഴ്ച തുടർ ക്ലാസ്സുകളിൽ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.